ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശുഭസായാഹ്നം, സുസ്വാഗതം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോऽന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പംഗം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗവദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയം ഇമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ജ്ഞാനഗംഗ നവമസ്കന്ധം 18-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോ ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗ നവമസ്കന്ധം 18-ാം അധ്യായം. കഴിഞ്ഞ അധ്യായത്തില് പുരൂരവസന്റെ പുത്രന്മാരിൽ മൂത്തവനായ ആയുസ്സിന്റെ സന്തതികളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയതാണ്. നഹുഷൻ, ചക്രവൃദ്ധൻ, രജി, രംഭൻ, അനേനസ്, ഇങ്ങനെ 5 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ 4 പുത്രന്മാരുടെ കഥ 17-ാം അധ്യായത്തിൽ പറഞ്ഞു. അവരുടെ വംശങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി മൂത്തപുത്രനായ നഹുഷന്റെ വംശത്തെക്കുറിച്ചാണ് 18-ാം അധ്യായം മുതൽ ആരംഭിക്കുന്നത്. ആ നഹുഷന്റെ വംശത്തിൽ നഹുഷന്റെ പുത്രനായി യയാതിയാണ് പ്രമുഖൻ. അപ്പോൾ യയാതി ചരിതമാണ് ഈ 18-ാം അധ്യായത്തിൽ പ്രധാനമായും വിസ്തരിച്ച് വർണ്ണിക്കുന്നത്. അടുത്ത അധ്യായത്തിലും യയാതി ചരിതം തുടരുന്നുണ്ട്. അപ്പോ ഇത് അല്പം വലിയൊരു അധ്യായമാണ്. 51 ശ്ലോകമാണ് തോന്നുന്നത്. അതെ, 51 ശ്ലോകമുള്ളതായിട്ടുള്ള 18-ാം അധ്യായം യയാതി ചരിതം എന്ന് തന്നെ പറയാം. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മഹാഭാരതം ആരംഭിക്കുന്നത് ആ യയാതിയുടെ വംശത്തോട് കൂടിയിട്ടാണ്. യയാതിയുടെ പരമ്പരയാണ്. അപ്പോ യയാതിയുടെ പുത്രനായ പൂരുവിന്റെ വംശത്തിലാണ് ഭരത ചക്രവർത്തിയും ശന്തനുവും ഭീഷ്മരും മറ്റ് ധൃതരാഷ്ട്രരും പാണ്ഡുവും അവരുടെ വംശങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു രാജാവാണ് യയാതി. വളരെ ധാർമ്മികനായിട്ടാണ് അദ്ദേഹം പറയപ്പെടുന്നത്. യയാതിരിവ ധാർമ്മിക എന്ന പരീക്ഷിത്ത് ജനിച്ചപ്പോൾ പരീക്ഷത്തിനെ കുറിച്ചും വിശേഷിപ്പിച്ചപ്പോൾ യയാതിരിവ ധാർമ്മിക എന്നാ പറഞ്ഞ്. യയാതിയെ പോലെ ധാർമ്മികൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നോക്കാം നമുക്ക് എന്താണ് യയാതിയുടെ ചരിത്രമെന്ന്, അതിൽ നിന്ന് എന്താ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവതേ നവമസ്കന്ധേ 18-ഓധ്യായഃ. ശ്രീശുക ഉവാച. യതിർയയാതിഃ സംയാതിഃ ആയതിർവിയതിഃ കൃതിഃ ഷഡിമേ നഹുഷസ്യാസൻ ഇന്ദ്രിയാണീവ ദേഹിനഃ. രാജ്യം നൈച്ഛദ്യതിഃ പിത്രാ ദത്തം തത്പരിണാമവിത്. യത്ര പ്രവിഷ്ടഃ പുരുഷഃ ആത്മാനം നാവബുധ്യതേ.
പിതരിഭ്രംശിതേ സ്ഥാനാത് ഇന്ദ്രാണ്യാ ദർശനാദ്വിജൈഃ പ്രാപിതേ അജഗരത്വം വൈ യയാതിർ അഭവൻ നൃപഃ ചതസ്രൃഷു ആദിശദ്ദിക്ഷു ഭ്രാതॄൻ ഭ്രാതായവീയസഃ കൃതദാരോ ജുഗോപോർവീം കാവ്യസ്യ വൃഷപർവണഃ. രാജോവാച ബ്രഹ്മർഷിർഭഗവാൻ കാവ്യഃ ക്ഷത്രബന്ധുശ്ച നാഹുഷഃ രാജന്യവിപ്രയോഃ കസ്മാത് വിവാഹഃ പ്രതിലോമകഃ. ശ്രീശുക ഉവാച ഏകദാ ദാനവേന്ദ്രസ്യ ശർമ്മിഷ്ഠാ നാമ കന്യകാ സഖീ സഹസ്രസംയുക്താ ഗുരുപുത്ര്യാ ച ഭാമിനി ദേവയാന്യാ പുരോദ്യാനേ പുഷ്പിതദ്രുമസങ്കുലേ വ്യചരത്കളഗീതാളി നളിനീ പുളിനേ അബലാ താ ജലാശ്രയമാസാദ്യ കന്യാഃ കമലലോചനാഃ തീരേന്യസ്യ ദുകൂലാനി വിജഹ്രുഃ സിഞ്ചതീർമിതഃ വീക്ഷ്യ വ്രജന്തം ഗിരിശം സഹ ദേവ്യാ വൃഷസ്ഥിതം സഹസോത്തീര്യ വാസാംസി പര്യദുഃ വ്രീഡിതാ സ്ത്രിയഃ ശർമ്മിഷ്ഠാ ജാനതി വാസോ ഗുരുപുത്ര്യാ സമവ്യയത് സ്वीयं मत्वा प्रकुपिता देवयानी इदमब्रवीत् अहो निरीक्ष्यतामस्यादास्या कर्म ह्यसम्प्रदम् अस्मद्दार्यं धृतवती शुनीवह विरद्वरे यैरिदं तपसा सृष्टं मुखं पुंसः परस्य ये धार्यते यैरिह ज्योतिः शिवः पन्दाश्च दर्शितः यान् वन्दन्त्युपतिष्ठन्ते लोकनाथा सुरेश्वराः भगवानपि विश्वात्मा पावनः श्रीनिकेतनः वयं तत्रापि भृगवः शिष्योऽस्य न पितासुरः नः पितासुरः अस्मद्दार्यं धृतवती शूद्रो वेदमिवासति एवं शपन्तीं शर्मिष्ठा गुरुपुत्रीमभाषत रुषा श्वसन्त्युरङ्गीव दर्शिता दष्टदच्छता आत्मवृत्तमविज्ञाय कथसे बहु भिक्षुकी किं न प्रदीक्षसे अस्माकं गृहान् बलिभुजो यद् एवं विधैः सुपरुषैः क्षिप्त्वा आचार्यसुतां सतीं शर्मिष्ठा प्राक्षिपत्कूपे वास आदाय मन्युना तस्यां गदायां स्वगृहं ययादिर्मृगयां चरन् प्राप्तो यदृच्छया कूपे जलार्ती तां ददर्शः दत्त्वा स्वमुत्तरं वासः तस्यै राजा विवाससे गृहीत्वा पाणिना पाणिम् उज्जहार दयापरः तं वीरम् आह औशनसि प्रेम निर्भरया गिरा राजन् त्वया गृहीतो मे पाणिः परपुरञ्जय हस्तग्राहो अपरो माभूत् गृहीतायास्त्वया हि मे एष ईशकृतो वीर सम्बन्धो नौ न पौरुषः यदिदं कूपलग्नाया भवतो दर्शनं मम न ब्राह्मणो मे भविता हस्तग्राहो महाभुज कचस्य बार्हस्पत्यस्य शापाद्यम् अशपं पुरा ययादि अनभिप्रेतं दैवो बहृतमात्मनः मनस्तु तद्गतं बुद्ध्वा प्रतिजग्राह तद्वजः गते राजनिसा वीरे तत्र स्म रुदतीपिदुः न्यवेदयत्ततः सर्वमुक्तं शर्मिष्ठया कृतम् दुर्मना भगवान् काव्यः पौरोहित्यं विगर्हयन् स्तुवन् वृत्तिं च कापोतीं दुहित्रा स ययौ पुराद् वृषपर्वातमाज्ञाय प्रत्यनीक विवक्षितं गुरुं प्रसादयन्मूर्ध्ना पादयोः पतितः पथि क्षणार्धमन्युः भगवान् शिष्यं व्याचष्ट भार्गवः कामोऽस्याक्रियतां राजन् नैनां त्यक्तुमिहोत्सहे तदेत्यवस्थिते प्राह देवयानी मनोगतम् पित्रा दत्ता यतो यास्ये सानुगायातु माम् अनु
സ്വാനാം തൽ സങ്കടം വീക്ഷ്യ തദർത്ഥസ്യ ച ഗൗരവം ദേവയാനീം പര്യചരത് സ്ത്രീ സഹസ്രേണ ദാസവത് നാഹുഷായ സുതാം ദത്വാ സഹ ശർമ്മിഷ്ഠയാ ഉശനാ തമാഹ രാജൻ ശർമ്മിഷ്ഠാം ആദാഹ തൽപേ ന കർഹിചിത് വിലോക്യ ഉശനസീം രാജൻ ശർമ്മിഷ്ഠാ സപ്രജാം ക്വചിത് തമേവ വവ്രേ രഹസി സഖ്യാഹ പതിം ഋതൗ സതി രാജപുത്ര്യാർത്തിതോപത്യേ ധർമ്മം ചാവേക്ഷ്യ ധർമ്മവിത് സ്മരൻ ശുക്രവചകാലേ ദിഷ്ടമേവാഭ്യപദ്യത യതും ചതുർവസും ചൈവ ദേവയാനി വ്യജായത ദ്രുഹ്യും ചാനും ച പൂരും ച ശർമ്മിഷ്ഠാ വാർഷപർവണി ഗർഭസംഭവമാസുര്യ ഭർത്തുർവിജ്ഞായമാനിനി ദേവയാനി പിതൃഗേഹം ജയൗ ക്രോധവിമൂർച്ഛിത പ്രിയാം അനുഗത കാമീ വചോഭിർ ഉപമന്ത്രയൻ ന പ്രസാദയിതും ശേകേ പാദസംവാഹനാദിഭിഃ ശുക്രസ്തമാഹ കുപിതഃ സ്ത്രീകാമാനൃതപൂരുഷ ത്വാം ജരാവിശതാം മന്ദ വിരൂപകരണീ നൃണാം യയാതിരുവാച അതൃപ്തോസ്മി അദ്യ കാമാനാം ബ്രഹ്മൻ ദുഹിതരിസ്മതേ വ്യത്യസ്യതാം യഥാ കാമം വയസാ യോഭിദാസ്യതി ഇതി ലബ്ധവ്യവസ്ഥാനഃ പുത്രം ജ്യേഷ്ഠമവോചത യദോ താത പ്രതീച്ഛേ മാം ജരാം ദേഹി നിജം വയഃ മാതാമഹ കൃതാം വത്സ ന തൃപ്തോ വിഷയേഷ്വഹം വയസാ ഭവദീയേന രംസ്യേ കതിപയാ സമാഹ യദുർവാച നോത്സഹേജരസാസ്താതും അന്തരാ പ്രാപ്തയാ തവ അവിദിത്വാ സുഖം ഗ്രാമ്യം വൈതൃഷ്ണ്യം നൈതി പൂരുഷഃ തുർവസുശ്ചോദിതഃ പിത്രാ ദ്രുഹ്യുശ്ചാനുശ്ച ഭാരത പ്രത്യാചക്യുരധർമ്മജ്ഞാ ഹ്യനിത്യേ നിത്യബുദ്ധയഃ അപൃച്ഛത്തനയം പൂരും വയസോനം ഗുണാധികം നത്വം അഗ്രജവത് വത്സ മാം പ്രത്യാഖ്യാതുമർഹസി പൂരുരുവാച കോനു ലോകേ മനുഷ്യേന പിതുരാത്മകൃതഃ പുമാൻ പ്രതികർത്തും ക്ഷമോ യസ്യ പ്രസാദാത് വിന്ദതേ പരം ഉത്തമശ്ചിന്തിതം കുര്യാത് പ്രോക്തകാരീ തു മധ്യമഃ അധമോ അശ്രദ്ധയാ കുര്യാത് അകർത്തോച്ചരിതം പിതുഃ ഇതി പ്രമുദിതഃ പൂരുഃ പ്രത്യഗൃഹ്ണാജ്ജരാം പിതുഃ സോऽപി തദ്വയസാ കാമാൻ യഥാവജ്ജുജുഷേ നൃപ സപ്തദ്വീപപതി സമ്യക് പിതൃവത് പാലയൻ പ്രജാഃ യതോപചോഷം വിഷയാൻ ജുജുഷേ അവ്യാഹതേന്ദ്രിയഃ ദേവയാന്യപി അനുദിനം മനോവാഗ്ദേഹവസ്തുഭിഃ പ്രേയസഃ പരമാം പ്രീതിമുവാഹ പ്രേയസീരഃ അയജത് യജ്ഞപുരുഷം ക്രതുഭിർഭൂരി ദക്ഷിണൈഃ സർവദേവമയം ദേവം സർവവേദമയം ഹരിം യസ്മിന്നിദം വിരചിതം വ്യോംനീവ ജലദാവലിഃ നാനേവ ബാധിനാ ഭാതി സ്വപ്നമായ മനോരഥഃ തമേവ ഹൃദി വിന്യസ്യ വാസുദേവം ഗുഹാശയം നാരായണമണീയാംസം നിരാശീഃ അയജത് പ്രഭും ഏവം വർഷസഹസ്രാണി മനഃഷഷ്ടൈർമനഃസുഖം വിദദാനോപി നാതൃപ്യത സാർവഭൗമക്കതീന്ദ്രിയൈഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ അഷ്ടാദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.
നാരായണ. ഓം ശ്രീ ഹരേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം. ഇപ്പോൾ പുരൂരവസ്യന്റെ പുത്രനായ ആയുസ്സിന്റെ വംശം ആണ് 17-ാം അധ്യായത്തിൽ ആരംഭിച്ചത്. ആയുസ്സിന്റെ 5 മക്കളിൽ മൂത്ത പുത്രനാണ് നഹുഷൻ. അദ്ദേഹത്തിന്റെ വംശം ഒഴികെ ബാക്കിയുള്ള 4 പുത്രന്മാരുടെ വംശങ്ങളെക്കുറിച്ചും കഴിഞ്ഞ 17-ാം അധ്യായത്തിൽ വർണ്ണിച്ചു. 18-ാം അധ്യായത്തിലാണ് നഹുഷന്റെ വംശം ആരംഭിക്കുന്നത്. നഹുഷന്റെ വംശത്തിൽ നഹുഷന്റെ 2ാമത്തെ പുത്രനായിട്ട് യയാതി. ആ യയാതിയുടെ കഥയാണ് വിസ്തരിച്ച് പറയുന്നത്. പിന്നീട് യയാതിയുടെ വംശം, പൂരുവംശം, യദുവംശം, ദ്രുഹ്യു, അനു, തുർവസു മുതലായ മക്കളുടെ ചരിത്രവും ചുരുക്കി ചുരുക്കി പറയും. പൂരുവിന്റെയും യദുവിന്റെയും വംശങ്ങളാണ് വിസ്തൃതമായി പറയുക. ഇടയിലുള്ള 3 മക്കൾ അനു, ദ്രുഹ്യു, തുർവസു, ആ 5 പേരുടെ കാര്യം ചുരുക്കി പറയും. അപ്പോൾ അതാണ് ഇനി വരാനിരിക്കുന്ന അധ്യായങ്ങൾ. നമുക്ക് 18-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. നഹുഷപുത്രനായ യയാതിയുടെ ചരിത്രം. നാരായണ. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ 18-ോऽധ്യായഃ. ശ്രീശുക ഉവാച. യതിർയയാതിഃ സംയാതിഃ ആയതിർവിയതിഃ കൃതിഃ ഷഡിമേ നഹുഷസ്യാസന്ന ഇന്ദ്രിയാണീവ ദേഹിനഃ. ശ്രീശുക ഉവാച. യതിർയയാതിഃ സംയാതിഃ ആയതിർവിയതിഃ കൃതിഃ ഷഡിമേ നഹുഷസ്യാസന്ന ഇന്ദ്രിയാണീവ ദേഹിനഃ. അപ്പൊ നേരെ നഹുഷന്റെ മക്കളിലേക്ക് കടക്കുകയാണ്. നഹുഷന്റെ കഥയൊന്നും പറയുന്നില്ല. നഹുഷന്റെ കഥയുടെ സൂചന ഇടയിൽ വരും. അത് നമുക്ക് കാണാം. അപ്പോ സുഖബ്രഹ്മർഷി തുടരുകയാണ്. യതിഹി യയാതിഹി സംയാതിഹി ആയതിഹി വിയതിഹി കൃതിഹി. 6 മക്കള്. ഷഡ് ഇമേ. ഷഡ് ഇമേ. ഇമേ ഷഡ്. ഇവർ 6 പേർ നഹുഷസ്യ ആസൻ എന്നാണ്. നഹുഷസ്യ ആസൻ. നഹുഷസ്യ അപത്യാനി ആസൻ. സന്തതയഃ ആസൻ. പുത്രാഹ ആസൻ എന്നർത്ഥം. അപ്പോ 6 പേര് നഹുഷന്റെ പുത്രന്മാരായിരുന്നു. ഏതുപോലെ? ഇന്ദ്രിയാണി ഇവ ദേഹിനഃ. ദേഹിനഃ ഇന്ദ്രിയാണി ഇവ. ഒരു ദേഹിക്ക് 6 ഇന്ദ്രിയങ്ങൾ എങ്ങനെ എന്ന പോലെ. 6 ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും കൂടിയിട്ടാണ്. 6ാമതായി മനസ്സും. അപ്പൊ ഈ 6ഉം ദേഹിക്ക് വിധേയമായി നിന്നാൽ മാത്രമേ ദേഹിക്ക് സൗഖ്യം ഉള്ളൂ. ഈ 6ഉം 6 വഴിക്കാണെങ്കിൽ കഷ്ടമാണ്. ഇവരുടെ പേരുകളിലുമൊക്കെ യതി, യയതി, യയാതി, സംയാതി, ആയതി, വിയതി, കൃതി, എല്ലാത്തിലും ഒരു യമനത്തിന്റെ, അടക്കത്തിന്റെ സൂചനകളുണ്ട്. ഇവരൊക്കെ നല്ല അടക്കമുള്ളവരാണ്, വെൽ ഡിസിപ്ലിൻഡ് ആണ് എന്ന് സൂചിപ്പിക്കുന്ന പദങ്ങളാണ്.
അപ്പോൾ എങ്ങനെയാണോ ഒരു ദേഹിക്ക് 6 അടക്കമുള്ള ഇന്ദ്രിയങ്ങൾ അയാളെ സന്തോഷിപ്പിക്കുന്നത്, അതുപോലെ നഹുഷന് 6 സന്തതികൾ അദ്ദേഹത്തിന് നല്ല അനുസരണയുള്ള വിധേയത്വമുള്ള സന്തതികളായിരുന്നു, അദ്ദേഹത്തെ സേവിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് എല്ലാം അനുസരിച്ചുകൊണ്ട് നല്ല മക്കളായിരുന്നു. അല്ലേ? അല്ലാതെ പ്രഹ്ലാദൻ ഉപമിച്ച പോലെ സപത്നികൾ 5 പേർ ചേർന്ന് ഒരു ഗൃഹസ്ഥനെ 5 ഭാഗത്തേക്ക് പിടിച്ചു വലിക്കുന്നത് പോലെയല്ല. 5 പേരും ഇവിടെ 6 പേരും ഒരുമയോടുകൂടെ 6 ഇന്ദ്രിയങ്ങൾ അതിന്റെ സ്വാമിയെ സേവിക്കുന്നത് പോലെ സേവിച്ചു. അങ്ങനെയാണ് വേണ്ടത്. 6 ഇന്ദ്രിയങ്ങളും നമുക്ക് അടങ്ങി നിൽക്കണം, നമ്മളെ സേവിക്കണം, നമ്മുടെ ഹിതം പ്രവർത്തിക്കണം. അവയെ അടക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് എപ്പോഴും വേണം താനും. അതടക്കിയില്ലെങ്കിൽ നജാതു കാമാനാം ഉപഭോഗേന ശാമ്യത്തെ ഹവിഷാ കൃഷ്ണവർമ്മേവ ഭൂയയേവ വിവർദ്ധതേ. ഈ ശ്ലോകം അടുത്ത അധ്യായത്തിൽ വരുന്നതാണ്. ഈ കഥയിലെ നായകൻ പറയുന്നതാണ്. ഈ കഥയിലെ നായകനാരാ? യയാതി. യയാതി പറയുന്ന അതിവിശിഷ്ടമായൊരു മന്ത്രം എന്ന് വേണമെങ്കിൽ പറയാൻ, നമുക്ക് മനനം ചെയ്യാനുള്ളതാണ്. നജാതു കാമാനാം ഉപഭോഗേന ശാമ്യതേ ഹവിഷാ കൃഷ്ണവർമ്മേവ ഭൂയയേവ വിവർദ്ധതേ. 19-ാം അധ്യായത്തില് 14-ാം ശ്ലോകം നോക്കിക്കോളൂ. അതാണത്. അതെന്താ പറയുന്നത്? കാമാഹ ഉപഭോഗേന കാമാനാം ഉപഭോഗേന ന ജാതു ശാമ്യത്തെ. കാമങ്ങൾ, ആഗ്രഹങ്ങൾ, കാമങ്ങളുടെ, വിഷയങ്ങളുടെ ഉപഭോഗം കൊണ്ട് ഒരിക്കലും ശമിക്കാൻ പോകുന്നില്ല. അപ്പൊ വിഷയ ഉപഭോഗമല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. അത് സമ്പാദിച്ചുകൊണ്ടേയിരിക്കലല്ല ലക്ഷ്യം. അത് സമ്പാദിച്ചുകൊണ്ട് വിഷയസമ്പാദനം ചെയ്തുകൊണ്ട് ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ ഇന്ദ്രിയങ്ങൾ ഏതുപോലെ ഇരിക്കും? ഹവിഷാ കൃഷ്ണവർമ്മ ഇവ. ഹവിസ്സൊഴിക്കും തോറും കൃഷ്ണവർമാവെന്ന പോലെ. കൃഷ്ണവർമ്മ എന്നാല് അഗ്നിയാണ്. അഗ്നി കൃഷ്ണവർണം, കറുത്തതാണ്. വർമ്മ എന്ന് പറഞ്ഞാൽ കവചമാണ്. അപ്പൊ ആർക്കാണ് കറുത്ത കവചമുള്ളത്? അഗ്നിക്കാണ്. അഗ്നിയുടെ കവചം ധൂമമാണ്. അപ്പൊ ധൂമമാകുന്ന കവചമുള്ളവൻ കൃഷ്ണവർമ്മ. അപ്പോ അഗ്നിക്ക് ഹവിസ് കൊടുക്കുന്തോറും അനലനായിക്കൊണ്ടേയിരിക്കും. അലം അലം എന്ന് പറയില്ല. മതി മതി എന്ന് പറയാത്തവൻ അലം ന വിദ്യതേ ഇതി അനലഹ. അപ്പോ എങ്ങനെയാണോ അഗ്നിയിൽ നെയ്യൊഴിക്കും തോറും അഗ്നി ആളിക്കത്തുക, അതുപോലെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം. ഇന്ദ്രിയങ്ങളും ഓരോ ഹോമകുണ്ഡങ്ങളാണ്. ഈ ഹോമകുണ്ഡത്തിലേക്ക് വിഷയങ്ങളാകുന്ന അഗ്നിയെ നിങ്ങൾ നിരന്തരം ഹോമിച്ചുകൊണ്ടേയിരുന്നാൽ, വിഷയങ്ങളാകുന്ന നെയ്യിനെ, ഹവിസിനെ ഹോമിച്ചുകൊണ്ടേയിരുന്നാൽ ഈ ഹോമകുണ്ഡങ്ങൾ കൂടുതൽ ആളിക്കത്തും. ഈ ഇന്ദ്രിയങ്ങളാകുന്ന ഹോമകുണ്ഡങ്ങൾ അത് വീണ്ടും ആളിക്കത്തിക്കൊണ്ട് ഇനിയും കൊണ്ടാ ഇനിയും കൊണ്ടാ ഇനിയും കൊണ്ടാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്താവണം? യതിമാരാവണം, സംയാതിമാരാവണം. ആയതി വിയതി കൃതി ഒക്കെ ആവണം. യയാതിയാവണം അവസാനം. യയാതി കുറെ അനുഭവിച്ചിട്ടാണ് ഒരു യതിയായി മാറുന്നത്. അല്ലെ? യയാതിയും യതിയായി മാറും എപ്പോ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം. ആ യയാതി നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചരിത്രത്തിലേക്ക് കടക്കാം. അപ്പോ ദേഹിക്ക് അടക്കമുള്ള ഇന്ദ്രിയങ്ങൾ എങ്ങനെ സന്തോഷം നൽകുമോ, സുഖം നൽകുമോ, അതുപോലെ 6 മക്കൾ അച്ഛന് നഹുഷന് അനുകൂലന്മാരായിരുന്നു. രാജ്യം നൈച്ഛത്യതി പിത്രാദത്തം തത്പരിണാമവിത് യത്ര പ്രവിഷ്ടഃ പുരുഷഃ ആത്മാനം നാവബുദ്ധ്യതേ.
രാജ്യം നൈച്ഛത്യതി പിത്രാ ദത്തം തത്പരിണാമവിത് യത്ര പ്രവിഷ്ടഃ പുരുഷഃ ആത്മാനം നാവബുദ്ധ്യതേ. രാജ്യം നൈച്ഛത് യതി പിത്രാ ദത്തം. പിത്രാദത്തം രാജ്യം യതി ന ഐച്ഛത്. പിത്രാദത്തം പിതാവിനാൽ നൽകപ്പെട്ടത്. എന്താണ് നൽകപ്പെട്ടത്? രാജ്യം. മൂത്തപുത്രനായ യതിക്ക് അച്ഛൻ ദായക്രമത്തിൽ നീയാണ് നീ രാജാവാകേണ്ടത് എന്ന് പറഞ്ഞ് യതിയെ രാജാവാക്കാനായിക്കൊണ്ട് ശ്രമിച്ചു, രാജ്യം നൽകാൻ ശ്രമിച്ചു. പക്ഷേ യതി ന ഐച്ഛത്. യതി അത് ഇച്ഛിച്ചില്ല. യതി അതിനെ നിരാകരിച്ചു. എന്തുകൊണ്ട്? തത്പരിണാമവിത്. തത്പരിണാമവിത് അതിന്റെ പരിണാമത്തെ അറിയുന്നവനായിരുന്നു. ഏതിന്റെ? രാജ്യകാര്യങ്ങളിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അവൻ സംസാരിയായി തീരും. രാജ്യ സുഖങ്ങളിൽ ഐശ്വര്യത്തിലൊക്കെ മതിച്ച് ഭ്രമിച്ച് വിഷയങ്ങളിൽ സുഖിക്കുന്നവനായി ഭാര്യ മക്കള് എന്ന് പറഞ്ഞ സംസാരിയായി തീർന്ന് അടുത്ത രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കലും മറ്റുള്ളവരെയൊക്കെ തന്റെ കാൽക്കീഴിൽ ഒതുക്കി നിർത്തലും അതിന്റെ പരിശ്രമത്തില് നിരന്തരം ഏർപ്പെട്ട് പരമാത്മ ചിന്തയിൽ നിന്ന് അകന്നു പോകും. അതാണ് അതിന്റെ പരിണാമം അറിയുന്നവൻ. തത്പരിണാമവിത്ത്. രാജ്യം ഏറ്റെടുത്താൽ വലിയ സംസാരിയായി തീരും എന്നറിയാവുന്നതുകൊണ്ട്. അതാണ് അവിടെ എത്ര പ്രവിഷ്ടഃ പുരുഷഃ ആത്മാനം ന അവബുദ്ധ്യതേ. എത്ര പ്രവിഷ്ടഃ പുരുഷഃ. എത്ര എന്ന് പറഞ്ഞാൽ രാജ്യേ. രാജ്യേ പ്രവിഷ്ടഃ പുരുഷഃ. രാജ്യസിംഹാസനത്തിൽ അങ്ങോട്ട് കയറി ഇരുന്നു കഴിഞ്ഞാല് ആ പുരുഷൻ ആത്മാനം ന അവബുദ്ധ്യതേ. ആത്മാവിനെ പിന്നെ അറിയുകയില്ല. ആത്മാവിനെ മറന്നുപോകും. ആത്മബോധം വിട്ടുപോകും. മിഥ്യകളിൽ ഭ്രമിച്ചു പോകും. അവനൊരു സ്വപ്ന ലോകത്ത് അടനം ചെയ്യുന്നവനായി തീരും. യാഥാർത്ഥ്യങ്ങളെല്ലാം വിസ്മരിക്കും. അതുകൊണ്ട് യതി സത്യം പരം ധീമഹി എന്ന് ഉറച്ചു. അസത്തായ രാജ്യാദികളിലോ അതിനോടനുബന്ധമായ ഐശ്വര്യങ്ങളിലോ ഒന്നിലും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. നല്ല വിരക്തനായിരുന്നു. അതാണ് യതി. പേരിനനുസരിച്ച് തന്നെ യതി. നല്ല യമനം ചെയ്തവൻ, പ്രയത്നം ചെയ്യുന്നവൻ എന്നൊക്കെ അർത്ഥം. ഇന്ദ്രിയങ്ങളെ യമിച്ചവനും അതുപോലെ ആത്മജ്ഞാനത്തിന് വേണ്ടി യത്നം ചെയ്യുന്നവനും തപസ്സനുഷ്ഠിക്കുന്നവനുമായി മാറി യതി. അപ്പോൾ യതിക്ക് രാജ്യം വേണ്ട എന്ന് പറഞ്ഞു. നഹുഷൻ തന്നെ രാജാവായി തുടർന്നു. അടുത്ത മക്കളെ രാജാവാക്കുന്നതിന് മുമ്പ് അദ്ദേഹം പിന്നെയും തുടരുകയാണ്. അതിന്റെ ഇടയ്ക്ക് ചില സംഭവങ്ങൾ ഉണ്ടാകുകയാണ്. അതാണ് പിതരിഭ്രംശിതേ സ്ഥാനാത് ഇന്ദ്രാണ്യാദർശനാദ്വിജൈഃ പ്രാപിതേ അജഗരത്വം വൈ യയാതിർ അഭവം നൃപഃ. പിതരിഭ്രംശിതേ സ്ഥാനാത് ഇന്ദ്രാണ്യാദർശനാദ്വിജൈഃ പ്രാപിതേ അജഗരത്വം വൈ യയാതിർ അഭവം നൃപഃ. അപ്പോ നഹുഷന്റെ കഥ ഇവിടെയാണ് സൂചിപ്പിക്കുന്നത്. പിതരി ഭ്രംശിതേ സ്ഥാനാത്. പിതാവ് സ്ഥാനഭ്രഷ്ടനായി തീർന്നപ്പോൾ അപ്പൊ എന്താണ് പിതാവിന് സംഭവിച്ചത്? എങ്ങനെയാണ് അദ്ദേഹം സ്ഥാനഭ്രഷ്ടനായത്? ആ കഥയാണ് ഇന്ദ്രാണ്യാദർശനാത് ദ്വിജൈഃ പ്രാപിതേ അജഗരത്വം. എന്താ സംഭവിച്ചത്? ഇന്ദ്രാണ്യാദർശനാത് ദ്വിജൈഃ അജഗരത്വം പ്രാപിതേ സതി യയാതി നൃപഃ അഭവത്. യയാതി നൃപനായി ഭവിച്ചു. യയാതി നൃപഃ അഭവത്. യയാതി രാജാവായി. കാരണം രാജ്യത്ത് ആരും ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ യതി വേണ്ടാന്ന് പറഞ്ഞു. നഹുഷൻ തന്നെ രാജാവായി തുടർന്നു. അക്കാലത്ത് നഹുഷന് ഇന്ദ്രപദവിയിലേക്കൊരു പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ ഒരു ഡെപ്യൂട്ടേഷൻ കിട്ടി. ഒരു ടെമ്പററി പോസ്റ്റാണ്. എന്താ കാരണം വെച്ചാല് നമ്മൾ വൃത്രാസുരവധം ഷഷ്ഠസ്കന്ധത്തിൽ കണ്ടിരുന്നു. ആ വൃത്രാസുരവധം കഴിഞ്ഞ് ഭീകരമായിട്ടുള്ള ബ്രഹ്മഹത്യ പാപം ഇന്ദ്രനെ വിഴുങ്ങാനായിക്കൊണ്ട് ഇന്ദ്രന്റെ പുറകെ പാഞ്ഞിരുന്നു.
അതിനു മുമ്പ് തന്നെ വിശ്വരൂപവധത്തിന്റെ ബ്രഹ്മഹത്യ എങ്ങനെയോ ഇന്ദ്രൻ രക്ഷപ്പെടുകയായിരുന്നു എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. 4 പേർക്ക് പങ്കിട്ട് കൊടുത്തു. ഇത് രണ്ടാമതും വൃത്രാസുരനെ പോലൊരു മഹാത്മാവിനെ വധിച്ചപ്പോൾ ആ ബ്രഹ്മഹത്യ ഇന്ദ്രനെ പിടികൂടാൻ വന്നപ്പോൾ ഇന്ദ്രൻ എവിടെ പോയിട്ടും അഭയം കിട്ടാതെ അവസാനം മാനസ സരസിലെ ഒരു താമരത്തണ്ടിൽ വണ്ടായി ആയിരക്കണക്കിന് സംവത്സരങ്ങൾ ഒരു തപസ് പോലെ ഒളിച്ചു കിടന്നു. പിന്നീട് എത്രയോ കാലം കഴിഞ്ഞ് മറ്റ് പ്രജാപതിമാരും ദേവന്മാരും ഒക്കെ കൂടി തീരുമാനിച്ച് ഇന്ദ്രനെ തിരിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് അശ്വമേധയാഗം കൊണ്ട് അദ്ദേഹത്തിന്റെ പാപം ദൂരീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ കുറെ കാലം സ്വർഗലോകത്ത് നാഥനില്ലാതിരുന്നു. അതാണ് ഇന്ദ്രൻ ഒളിവിൽ കഴിയുന്ന കാലത്ത്, ഇന്ദ്രൻ വണ്ടായി മാനസ സരസിലെ താമരത്തണ്ടിൽ കഴിയുന്ന കാലത്ത് ഒരു വേക്കൻസി വന്നു, ഡെപ്യൂട്ടേഷൻ. അപ്പൊ ഭൂമിയിൽ ഏറ്റവും ശക്തനായിട്ടുള്ള രാജാവിന് സ്വർഗത്തിന്റെ നാഥസ്ഥാനം കിട്ടുകയാണ്. അങ്ങനെയാണ് ചന്ദ്രവംശത്തിലെ പ്രഗത്ഭനായ രാജാവായ നഹുഷൻ സ്വർഗാധിപതിയായി തീരുന്നത്. ഇപ്പൊ നഹുഷൻ സ്വർഗത്തിന്റെ അധിപതിയായി തീർന്നതോടുകൂടി നഹുഷന് ഗർവം കൂടി. നല്ല അടക്കമുള്ള ആളായിരുന്നു, ഒരു യോഗശക്തിയൊക്കെ ഉള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സ്വർഗത്തിൽ എത്തിച്ചേർന്നത്, ഇന്ദ്രന്റെ പദവിയിൽ എത്തിച്ചേർന്നതൊക്കെ വലിയ സിദ്ധികളൊക്കെ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അവിടെ എത്തിയതോടുകൂടി എല്ലാം മറന്നു, ഗർവം വന്ന് ആള് തന്നെ മറന്നു. താൻ വെറും നിയുക്തനായിരിക്കുന്ന, അല്ലെ, തൽക്കാലത്തേക്ക് മാത്രം ഡെപ്യൂട്ടേഷനിൽ വന്നിരിക്കുന്ന ഇന്ദ്രനാണെന്നൊക്കെ മറന്നു. അവിടെ ഇന്ദ്രന്റെ പുരന്തരന്റെ ഭാര്യയായ ശചീദേവിയോട് അദ്ദേഹത്തിന് കാമം ഉണ്ടായി. അങ്ങനെ ശചിയെ പ്രാപിക്കാൻ, ഇന്ദ്രാണിയെ പ്രാപിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇന്ദ്രാണിയെ തന്റെ കൊട്ടാരത്തിലേക്ക്, രാജധാനിയിലേക്ക് ആളയച്ച് ക്ഷണിക്കാൻ ചെന്നു. അപ്പോ ഇന്ദ്രാണി ഭയപ്പെട്ടു. ഇന്ദ്രാണി പുരന്തരന്റെ ഭാര്യയാണ്. വരുന്നവർക്കും പോകുന്നവർക്കൊന്നും താൻ ഭാര്യയല്ല. അപ്പൊ ഇന്ദ്രാണി വേഗം ഗുരുവായ ബൃഹസ്പതിയെ സമീപിച്ച് ഉപദേശം തേടി എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പൊ ബൃഹസ്പതി ഒരു ആശയം കൊടുത്തു. ഒരു പണി ചെയ്യൂ, ഞാൻ എവിടെയും പോവാറില്ല എന്ന് പറയൂ. എന്റെ അടുത്തേക്ക് ഇന്ദ്രൻ എന്റെ അന്തഃപുരത്തിലേക്കാണ് വരിക. വരുന്നത് പല്ലക്കിലാണ് വരിക. ആ പല്ലക്ക് ചുമക്കുന്നത് സാധാരണ സപ്തർഷികളാണെന്നും പറയൂ. അപ്പൊ സപ്തർഷികൾ ചുമക്കുന്ന പല്ലക്കിൽ അങ്ങ് എന്റെ അന്തഃപുരത്തിലേക്ക് വരിക എന്ന് ഈ നഹുഷനോട് ഇന്ദ്രാണി ആളെ വിട്ട് അറിയിച്ചു. അങ്ങനെ തീരുമാനമായി. നഹുഷൻ ഇന്ദ്രാണിയുടെ അന്തഃപുരത്തിലേക്ക് എഴുന്നള്ളുകയാണ്. സപ്തർഷികളെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് പല്ലക്ക് ചുമപ്പിച്ചു. അപ്പോ അന്നത്തെ സപ്തർഷികളിൽ ഒരാളായിരുന്നു അഗസ്ത്യൻ. അഗസ്ത്യൻ മറ്റുള്ള ഋഷിമാരെക്കാൾ ഉയരം കുറവുള്ള ആളാണ്. അപ്പൊ ഒരു ഭാഗം പല്ലക്ക്, അഗസ്ത്യൻ ചുമക്കുന്ന ഭാഗം കുറച്ച് താഴ്ന്നിരുന്നു. ഇവര് നടക്കുമ്പോൾ അഗസ്ത്യന്റെ കാലുകളും ചെറുതായതുകൊണ്ട് ആളിത്തിരി പതുക്കിയാണ് നടന്നിരുന്നത്. മറ്റവരിത്തിരി വേഗം നടന്നു. അങ്ങനെ നടക്കുമ്പോൾ ഈ അഗസ്ത്യന്റെ നടത്തം ശരിയല്ല എന്ന് കണ്ട് പല്ലക്കിലിരിക്കുന്ന നഹുഷൻ പുറത്തു നോക്കിയിട്ട് അഗസ്ത്യനെ നോക്കി സർപ്പ സർപ്പ എന്ന് ആജ്ഞാപിച്ചു. സർപ്പ എന്ന് പറഞ്ഞാൽ നടക്ക മര്യാദയ്ക്ക് നടക്കുക എന്നാണ് അർത്ഥം. സർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുക, സഞ്ചരിക്കുക എന്നൊക്കെയാണ്. പോരാത്തതിനൊരു ചവിട്ടും വെച്ചു കൊടുത്തു. മുതുകത്തൊരു ചവിട്ടും ചവിട്ടി ധിക്കാരത്തോടെ. അപ്പൊ പല്ലക്കിലിരുന്നുകൊണ്ട് തന്റെ അഹങ്കാരം കൊണ്ട് അഗസ്ത്യനെ പോലൊരു മഹാഗുരുവിനെ, ഒരു ബ്രാഹ്മണോത്തമനെ സർപ്പ എന്ന് വിളിക്കുകയും മുതുകത്ത് ചവിട്ടുകയും ചെയ്തതിന്റെ ഫലമായി അഗസ്ത്യ മഹർഷി തിരിച്ചു നിന്നൊന്ന് പറഞ്ഞു, സർപ്പോ ഭവ. അങ്ങനെ ആ നഹുഷൻ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു സർപ്പമായി പതിച്ചു ഭൂമിയിലെ ഒരു പൊട്ടക്കിണറ്റിലേക്ക്. ഇതാണ് പിതരി ഭ്രംശിതേ സ്ഥാനാത് ഇന്ദ്രാണ്യ ദർശനാത് ദ്വിജൈഹി പ്രാപിതേ അജഗര. ഇവിടെ ദ്വിജൈഹി എന്ന് പറഞ്ഞാൽ സപ്തർഷിഭിഹി എന്ന് താല്പര്യം.
ഇവിടെ ഇന്ദ്രന്റെ അഹങ്കാരമല്ല, നഹുഷന്റെ അഹങ്കാരം. ഇന്ദ്രസ്ഥാനത്ത് വന്ന നഹുഷന്റെ അഹങ്കാരം. ആ നഹുഷൻ തൽക്കാലത്തേക്ക് എന്താ പറയുക, അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുടപിടിക്കുന്നുള്ള പോലെയായി. അല്പനൊന്നും അല്ല, ആളൊക്കെ കേമനാണ്. പക്ഷെ എന്തോ അങ്ങനെ സംഭവിച്ചു. അദ്ദേഹത്തിന് അഹങ്കാരം വന്ന് ദർപ്പം കൊണ്ട് കണ്ണു കാണാതെയായി. അഗസ്ത്യനെ പോലെ ഒരു ഋഷിയെ നിന്ദിച്ചു, ചവിട്ടി. സർപ്പ സർപ്പ എന്ന ശബ്ദം കൊണ്ട് തിരിച്ചും സർപ്പോ ഭവ എന്ന് ശാപം കിട്ടി. അങ്ങനെ ഒരു പാമ്പായിട്ട് അജകരമായിട്ട് ഭൂമിയിൽ പതിച്ചു. അതാണ് പ്രാപിതേ അജകരത്വം. പിന്നീട് സാക്ഷാൽ ബ്രഹ്മണ്യദേവനായ ഭഗവാന്റെ സ്പർശം കൊണ്ടാണ് ഈ അജകരത്തിന് യുധിഷ്ഠിരന്റെ സ്പർശം കൊണ്ടാണ് ഈ അജകരത്തിന് മോക്ഷം കിട്ടുന്നത്, ഈ നഹുഷന്. അങ്ങനെ തന്നെയാണ് ഓർമ്മ. ഈ അജകരം യുധിഷ്ഠിരൻ സ്പർശിക്കുമ്പോഴാണ്. കാരണം ഈ വംശത്തിൽ ബ്രാഹ്മണരെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ആളാണ് യുധിഷ്ഠിരൻ. അപ്പൊ ബ്രാഹ്മണ നിന്ദ ചെയ്ത പിതാമഹന്റെ പാപത്തിന് എത്രയോ തലമുറ താഴെയുള്ള യുധിഷ്ഠിരന്റെ പ്രായശ്ചിത്തങ്ങൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ബ്രഹ്മണ്യത, അദ്ദേഹം ബ്രാഹ്മണരെ സേവിച്ചതിന്റെ ഫലമായിട്ട് ആ യുധിഷ്ഠിരന്റെ സ്പർശം കൊണ്ടാണ് ഈ അജകരം നഹുഷൻ പിന്നീട് ശാപത്തിൽ നിന്ന് മുക്തനായി സ്വർഗത്തെ പ്രാപിക്കുന്നത് എന്ന് മഹാഭാരതത്തിൽ കഥയുണ്ട്. വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഭാഗവതത്തിൽ വരുന്നതായിട്ട് ഓർമ്മ വരുന്നില്ല. നമ്മുടെ മൃഗന് ഭഗവാന്റെ കൈകൊണ്ട് മോക്ഷം കിട്ടുന്നത് ബ്രഹ്മണ്യദേവനായതുകൊണ്ടാണ്. മൃഗമോക്ഷം അത് നമ്മൾ ഭാഗവതം 62-ാം അധ്യായത്തില് ദശമസ്കന്ധത്തിലെ മൃഗമോക്ഷം, അതും ഇതുപോലെ ഒരു ഓന്തായി. അത് പിന്നെ ദാനം കൊണ്ട് അഹങ്കരിച്ച് ബ്രഹ്മസ്വാപഹാരം എന്നുള്ള പാപത്താലും മറ്റും ഓന്തായി തീർന്ന മൃഗന് ഭഗവാന്റെ സ്പർശം കൊണ്ട് മോചനം കിട്ടി. അതുപോലെയാണ് ഇവിടെ യുധിഷ്ഠിരന്റെ സ്പർശം കൊണ്ട് നഹുഷന് മോക്ഷം കിട്ടുന്നത്, പിതാമഹന് മോക്ഷം കിട്ടുന്നത്. അപ്പോൾ പൗത്രന്മാർ ചെയ്യുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ പിതാമഹന്മാർക്ക് മോക്ഷകാരണമാകുന്നു എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് ആ കഥ പറയാം. അപ്പോ ഇവിടെ അജകരമായിട്ട് എത്രയോ യുഗങ്ങൾ കടന്നു എന്ന് പറയാം. കാരണം എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ യുധിഷ്ഠിരന്റെ ജന്മം. ആ യുധിഷ്ഠിരന്റെ സ്പർശത്താലാണ് ഈ നഹുഷന് മോക്ഷം കിട്ടുന്നത്. അപ്പൊ പിതരിഭ്രംശിതേ സ്ഥാനാത് ഇന്ദ്രാണ്യാദർശനാദ്വിജൈഹി പ്രാപിതേ അജകരത്വം വൈ യയാതിർ അഭവം നൃപഃ. യയാതി നൃപഃ അഭവത്. യയാതി രാജാവായി ഭവിച്ചു. അപ്പൊ നഹുഷന്റെ കഥ അതോടുകൂടി തീർന്നു. 1.5 വരികളിൽ പറഞ്ഞു നിർത്തി അല്ലെ. യയാതി രാജാവാകാനുള്ള കാരണം പറയാൻ വേണ്ടി നഹുഷന്റെ കഥയൊന്ന് ചുരുക്കി പറഞ്ഞു. നാരായണ. ചതസ്രഷു ആദിശദ്ദിക്ഷു ഭ്രാതൃൻ ഭ്രാതായവീയസഃ കൃതദാരോ ജുഗോപോർവിഹിം കാവ്യസ്യ വൃഷപർവണഃ. ചതസ്രഷു ആദിശദ്ദിക്ഷു ഭ്രാതൃൻ ഭ്രാതായവീയസഃ കൃതദാരോ ജുഗോപോർവിം കാവ്യസ്യ വൃഷപർവണഃ. ശ്രീശുക ബ്രഹ്മർഷി ആ യയാതിയുടെ ചരിത്രത്തെ ഒരു ശ്ലോകം കൊണ്ട് ചുരുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പിന്നീട് പരീക്ഷത്ത് രാജാവ് വിടുന്നില്ല. തന്റെ പൂർവികനായ പിതാമഹനായ യയാതിയുടെ ചരിത്രം വിസ്തരിച്ച് ചോദിക്കുകയാണ്. അപ്പോഴാണ് വിസ്തരിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ യയാതി ചരിതം
എങ്ങനെ പറഞ്ഞു? ചതസൃഷു ആദിശത് ദിക്ഷു. ചതസൃഷു ദിക്ഷു, 4 ദിക്കുകളിൽ. ചതസൃഷു എന്നുള്ളത് ദിക്ഷു എന്നുള്ളതിന്റെ വിശേഷണമാണ്. ദിക്ഷു എന്ന് പറഞ്ഞാൽ ദിക്കുകളിൽ. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് മുതലായ 4 ദിക്കുകളിൽ ഭ്രാത, ഭ്രാത എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠഭ്രാതാവായ യയാതി യവീയസഹ ഭ്രാതീൻ ആദിശത്. യവീയസഹ, യവീയസഹ എന്ന് പറഞ്ഞാൽ താഴെയുള്ളവർ, യങ്ങർ. അപ്പൊ യങ്ങർ ബ്രദേഴ്സിനെ ഭ്രാതൃൻ ആദിശത്ത്. അപ്പൊ ഭ്രാതൃൻ എന്നുള്ളതിന്റെ വിശേഷണമാണ് യവീയസഹ. യവീയസ്സുകളായ ഭ്രാതാക്കളെ 4 ദിക്കുകളിൽ ആദേശിച്ചു എന്ന് പറഞ്ഞാൽ 4 ദിക്കുകൾ പരിപാലിക്കാനായിക്കൊണ്ട് സാമന്ത രാജാക്കന്മാരായി 4 അനുജന്മാരെ യയാതി നിശ്ചയിച്ചു. യയാതിയുടെ 4 അനുജന്മാരാരൊക്കെയാണ്? സംയാതി, ആയതി, വിയതി, കൃതി. ഈ 4 പേരെ 4 ദിക്കുകൾക്ക് എന്താ പറയുക, സാമന്ത രാജാക്കന്മാരാക്കി തീർത്തു. അവര് നല്ല അനുസരണയുള്ളവരായതുകൊണ്ട് ജ്യേഷ്ഠനായ യയാതിക്കനുസരിച്ച് വർത്തിച്ചു. എന്നിട്ടോ കൃതദാരഹ, വിവാഹം കഴിച്ചവനായി. ആര്? യയാതിഹി കൃതദാരഹ, ദാരങ്ങളെ കൃതമാക്കിയിട്ട് ചെയ്തിട്ട് ജുകോപ ഉർവീം, ഉർവീം ജുകോപ, ഭൂമിയെ രക്ഷിച്ചു എന്നാണ്. ഇപ്പൊ ഭൂമിയുടെ മുഴുവൻ രക്ഷകനായിരുന്നു ഈ യയാതി. ഉർവീം ജുകോപ. കൃതദാരഹ എന്ന് പറഞ്ഞതിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. കാവ്യസ്യ വൃഷപർവണ, കാവ്യസ്യ വൃഷപർവണ പുത്രീൻ അല്ലെങ്കിൽ പുത്രീഹി കൃതദാരഹ. 2 പുത്രിമാരെ. ആരുടെയൊക്കെ പുത്രിമാരെ? കാവ്യസ്യ വൃഷപർവണ. കാവ്യൻ എന്ന് പറഞ്ഞാൽ കവി, കാവ്യൻ എന്നൊക്കെ പറയുന്നത്, ഉശനസ് എന്നൊക്കെ പറയുന്നത് ശുക്രാചാര്യരുടെ പര്യായ ശബ്ദങ്ങളാണ്. അപ്പൊ ഉശനസ് എന്ന ശുക്രാചാര്യന്റെ പുത്രിയെയും വൃഷപർവണ, വൃഷപർവ എന്ന് പറയുന്നത് അസുരന്മാരുടെ അന്നത്തെ രാജാവാണ്. ആ കാലത്തെ അസുരന്മാരുടെ രാജാവാണ് വൃഷപർവ. അപ്പൊ വൃഷപർവാവിന്റെ മകളെയും ദാരങ്ങളാക്കി ചെയ്തു, ഭാര്യമാരാക്കി ചെയ്തു. ആര്? യയാതി. എന്നിട്ട് ഭൂമിയെ പരിപാലിച്ചു. 4 അനുജന്മാരെ 4 ദിക്കുകളുടെ അധിപന്മാരാക്കി തീർത്തു. എന്നിട്ട് ഭൂമിയെ മുഴുവൻ രക്ഷിച്ചു എന്ന് ചുരുക്കി പറഞ്ഞു. നമ്മുടെ പരീക്ഷിത്ത് രാജാവ് വിടാൻ നിവൃത്തിയില്ല. രാജോവാച ബ്രഹ്മർഷിർ ഭഗവാൻ കാവ്യ ക്ഷത്രബന്ധുശ്ച നാഹുഷഃ രാജന്യവിപ്രയോ കസ്മാത് വിവാഹ പ്രതിലോമകഃ. രാജോവാച ബ്രഹ്മർഷിർഭഗവാൻ കാവ്യഃ ക്ഷത്രബന്ധുശ്ച നാഹുഷഃ രാജന്യവിപ്രയോ കസ്മാത് വിവാഹ പ്രതിലോമകഃ. രാജാവ് ഉവാച, പരീക്ഷിത രാജാവ് ശുഖബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്. ബ്രഹ്മർഷി ഭഗവാൻ കാവ്യ, ഭഗവാൻ കാവ്യ, സർവജ്ഞനായ ആ ശുക്രാചാര്യ കാവ്യൻ ബ്രഹ്മർഷിയാണല്ലോ, അദ്ദേഹം ബ്രാഹ്മണ ശ്രേഷ്ഠനായ ഋഷിയാണല്ലോ. നാഹുഷ ക്ഷത്രബന്ധു, നാഹുഷൻ, നഹുഷന്റെ പുത്രൻ യയാതി. നാഹുഷൻ എന്നതിവിടെ യയാതി. അപ്പൊ ആ യയാതി ക്ഷത്രബന്ധുവാണ്, ക്ഷത്രിയ ജന്മമാണല്ലോ, ക്ഷത്രിയന്റെ പുത്രനാണല്ലോ, നഹുഷന്റെ പുത്രനാണല്ലോ. അപ്പൊ പിന്നെ കസ്മാത് രാജന്യ വിപ്രയോഹോ പ്രതിലോമക വിവാഹ. കസ്മാത്, കസ്മാത് ഹേതോഹോ, എന്ത് കാരണമായിട്ടാണ്, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് വെഡ്ലോക്ക് ബിറ്റ്വീൻ ദിസ്, എന്താ പറയുക, രാജന്യ വിപ്രയോഹോ, രാജന്യൻ ക്ഷത്രിയൻ, വിപ്രൻ ബ്രാഹ്മണൻ. അപ്പോ പ്രതിലോമക എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു. പ്രതിലോമക അതായത് പുരുഷൻ ബ്രാഹ്മണനും സ്ത്രീ ക്ഷത്രിയയും ആണെങ്കിൽ അത് അനുലോമക, അനുവദനീയമാണ്, അനുലോമം. മറ്റത് പ്രതിലോമം എന്ന് പറയുന്നത് പുരുഷൻ ക്ഷത്രിയനും സ്ത്രീ ബ്രാഹ്മണ സ്ത്രീയുമാകുമ്പോൾ അതൊരു വിപരീതമായിട്ടുള്ളതാണ്. അതിനാണ് പ്രതിലോമം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സ്ത്രീക്ക് എല്ലാം കൊണ്ടും പുരുഷന്റെ വിധേയത്വം ഉണ്ടാവണമെങ്കിൽ പുരുഷന് മേൽക്കോയ്മ വേണം. പുരുഷനെ സ്ത്രീ ബഹുമാനിച്ചാലേ ആ കുടുംബത്തില് സമാധാനം ഉണ്ടാവുള്ളൂ. അതല്ലാത്തടത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെ? അനുഭവമാണ് എല്ലാവർക്കും. അതിനെക്കുറിച്ച് കൂടുതൽ വിസ്തരിക്കേണ്ട ആവശ്യമില്ല, പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോ
ഇവിടെ പ്രതിലോമം അനുലോമം എന്നൊക്കെ പറയുന്നത് അനുകൂലം പ്രതികൂലം എന്നൊക്കെ അർത്ഥത്തിൽ തന്നെയാണ്. സ്ത്രീക്ക് വയസ്സുകൊണ്ടും വിദ്യ കൊണ്ടും സമ്പത്ത് കൊണ്ടും കുലമഹിമ കൊണ്ടും ഒക്കെ പുരുഷനേക്കാൾ അല്പം താഴെ ഇരുന്നാൽ അത് അവൾ അനുകൂലയായി ഭർത്താവിനെ അനുസരിക്കുന്നവളായി നല്ല രീതിയിൽ കുടുംബം കൊണ്ട് നടക്കും. മറിച്ചാണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മൾ ഇന്ന് കാണുന്നതൊക്കെ അതാണ്. അപ്പൊ എന്തായാലും രാജന്യ വിപ്രയോഹോ, രാജ ക്ഷത്രിയനും ബ്രാഹ്മണരും തമ്മിൽ ഈ പ്രതിലോമ വിവാഹം എന്ത് കാരണമാണ്? സാധാരണ സംഭവ്യമല്ലല്ലോ, അല്പം നിഷിദ്ധമായിട്ടാണല്ലോ പറയുക അല്ലേ? അപ്പൊ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് കഥ പറയുകയാണ് ശ്രീശുക ബ്രഹ്മർഷി. ശ്രീശുക ഉവാച ഏകദാ ദാനവേന്ദ്രസ്യ ശർമ്മിഷ്ഠാ നാമ കന്യകാ സഖീ സഹസ്ര സംയുക്ത ഗുരുപുത്ര്യാ ച ഭാമിനി ദേവയാന്യാ പുരോദ്യാനി പുഷ്പിതദ്രുമസങ്കുലേ വ്യചരത്കളഗീതാളി നളിനീ പുളിനേ അബല താ ജലാശയമാസാദ്യ കന്യാ കമലലോചനാഃ തീരേന്യസ്യ തുകൂലാനി വിജഹ്രുസ്സിഞ്ചതീർമിതഃ. ശ്രീശുക ഉവാച ഏകദാ ദാനവേന്ദ്രസ്യ ശർമ്മിഷ്ഠാ നാമ കന്യകാ സഖീ സഹസ്ര സംയുക്ത ഗുരുപുത്ര്യാ ച ഭാമിനി ദേവയാന്യാ പുരോദ്യാനേ പുഷ്പിതദ്രുമസങ്കുലേ വ്യചരത്കളഗീതാളി നളിനീ പുളിനേ അബല താ ജലാശയമാസാദ്യ കന്യാ കമലലോചനാഃ തീരേന്യസ്യ തുകൂലാനി വിജഹ്രുസ്സിഞ്ചതീർമിതഃ. ശ്രീശുക ഉവാച. ശുകബ്രഹ്മർഷി പരീക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നു. ഏകദാ ഒരിക്കൽ ദാനവേന്ദ്രസ്യ, ദാനവേന്ദ്രൻ ദാനവന്മാരുടെ നേതാവ്, അസുരന്മാരുടെ ചക്രവർത്തി അന്നത്തെ ആരാണ്? വൃഷപർവാവ് എന്ന് പറയുന്ന ആ ദാനവേന്ദ്രന്റെ ശർമ്മിഷ്ഠാനാമ കന്യക, ശർമ്മിഷ്ഠ എന്ന പേരുള്ള കന്യകാപുത്രി വിവാഹിതയായിരുന്നില്ല. സഖീ സഹസ്ര സംയുക്ത, ആയിരക്കണക്കിന് സഖികളോട് കൂടിയവളായിട്ട് അനേക സഖിമാരുമായി ഗുരുപുത്ര്യാച്ച ഭാമിനി, ഭാമിനി നല്ല യൗവനയുക്തയായിരിക്കുന്ന ആ ശർമ്മിഷ്ഠ ഗുരുപുത്രിയാച്ച മറ്റ് സഖിമാരോടുകൂടെ ഗുരുപുത്രിയുമുണ്ട്. ഗുരു ആരാണ്? അസുരന്മാരുടെ ഗുരു ശുക്രാചാര്യർ. അദ്ദേഹത്തിന്റെ പുത്രിയാണ് ദേവയാന്യ. ഗുരുപുത്രിയ എന്നുള്ളതിന്റെ എക്സ്റ്റൻഷനാണ് ദേവയാന്യ. ഗുരുപുത്രിയാകുന്ന ദേവയാനിയോടുകൂടെ പുരോദ്യാനേ പുഷ്പിതദ്രുമസങ്കുലേ വ്യചരത്. പുരോദ്യാനി, അവരുടെ ആ പുരത്തിൽ, വൃഷപർവാവിന്റെ രാജധാനിക്ക് സമീപമുള്ള ആ പുരത്തിൽ, ഉദ്യാനി പൂന്തോട്ടത്തിലും മറ്റും, പുഷ്പിത ദ്രുമസങ്കുലെ പുഷ്പിതങ്ങളായ വൃക്ഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഉദ്യാനത്തിൽ വ്യചരത്. എവിടെ വ്യചരത്? കളഗീതാളി നളിനീ പുളിനേ. കളഗീത അളിന, കളഗീത അളി, അളി എന്നാൽ വണ്ട്, കളഗീതം മുഴക്കുന്ന അളികളും, നളിനി എന്ന് പറഞ്ഞാൽ നളിനങ്ങൾ നിറഞ്ഞ പൊയ്ക, നളിനി, അതിന്റെ പൊളിനെ, അതിന്റെ തീരത്ത്, അതിന്റെ മണൽത്തിട്ടകളിൽ, അതിന്റെ ചുറ്റുമുള്ള തീരങ്ങളിൽ. അപ്പൊ വണ്ടുകൾ ശബ്ദിക്കുന്നതായ, കളഗീതം മുഴക്കുന്നതായിട്ടുള്ള താമരപ്പൊയ്കയുടെ തീരങ്ങളിലും മറ്റും വിചരിച്ചു. അബല, അബല എന്ന് പറഞ്ഞാൽ ഇവിടെ സുന്ദരി എന്നുള്ള അർത്ഥത്തില് കന്യകയായിരുന്ന ശർമ്മിഷ്ഠ സഞ്ചരിച്ചു. രാജകുമാരിയാണ്, മറ്റ് തോഴിമാരുണ്ട്, ഗുരുപുത്രിയായ ദേവയാനിയും കൂടെയുണ്ട്. അങ്ങനെ സഞ്ചരിക്കുന്നു. താ ജലാശയമാസാദ്യ കന്യാഃ കമലലോചനാഃ തീരേന്യസ്യ ദുകൂലാനി വിജഹ്രു സിഞ്ചതീർമിതഃ. താഹ കമലലോചനാഃ കന്യാഃ, ആ താമരക്കണ്ണികളായ സുന്ദരികളായ കന്യകമാർ ജലാശയം ആസാദ്യ, അവിടെയുള്ളൊരു ജലാശയത്തിൽ, ഇവിടെ താമര പൊയ്ക എന്ന് പറഞ്ഞുല്ലോ, അപ്പൊ ആ ജലാശയത്തെ സമീപിച്ച്
ദുകൂലാനി തീരെ ന്യസ്യ. ദുകൂലങ്ങൾ, വസ്ത്രങ്ങൾ തീരത്തിൽ ന്യസിച്ചു. വസ്ത്രങ്ങളൊക്കെ തീരത്തിൽ അഴിച്ചു വെച്ചു. എന്നിട്ട് നഗ്നകളായി വിജഹ്രുഹു, വിഹരിച്ചു, ജലക്രീഡ ചെയ്തു. എങ്ങനെ? സിഞ്ചതീർ മിതഹ. മിതഹ സിഞ്ചതീഹി. മിതഹ എന്ന് പറഞ്ഞാൽ പരസ്പരം. സിഞ്ചതീഹി എന്ന് പറഞ്ഞാൽ സിഞ്ചനം ചെയ്യുന്നവർ, സേചനം ചെയ്യുന്നവർ, പരസ്പരം വെള്ളം തേകി നനയ്ക്കുന്നവരായിട്ട്. ജലക്രീഡ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, പരസ്പരം വെള്ളം തേകി കളിക്കുന്നവരായി വെള്ളത്തിൽ വിഹരിച്ചു ഈ കന്യകമാരെ. ചെറുപ്രായം, കുട്ടികളാണ്, എന്താ പറയുക, കളിക്കുന്ന പ്രായമാണ്. അപ്പോ അവർ തമ്മിൽ വെള്ളം തേവി കളിച്ചു. ആ സമയത്ത് വീക്ഷ്യവ്രജന്തം ഗിരിശം സഹദേവ്യാ വൃഷസ്ഥിതം സരസോത്തീര്യവാസാംസി പര്യദുഃ വ്രീഡിതാ സ്ത്രിയഃ. വീക്ഷ്യവ്രജന്തം ഗിരിശം സഹദേവ്യാ വൃഷസ്ഥിതം സരസോത്തീര്യവാസാംസി പര്യധുർവ്രീഡിതാ സ്ത്രിയഃ. വീക്ഷ്യ വ്രജന്തം ഗിരിശം. ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ കരയിലൂടെ വ്രജന്തം ഗമിക്കുന്നവനായ ഗിരിശം വീക്ഷ്യ, ഗിരിശയനെ, പർവ്വതവാസിയെ, ആരാണ്? മഹാദേവനെ കണ്ടു. ആരോടുകൂടെ? സഹദേവ്യ, ദേവ്യാ സഹ, പാർവതീദേവിയോടുകൂടെ. എവിടെ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്നു? വൃഷസ്ഥിതം വ്രജന്തം, വൃഷത്തിന്റെ പുറത്ത്, വൃഷഭത്തിന്റെ പുറത്ത്, കാളപ്പുറത്ത്, നന്ദികേശ്വരന്റെ പുറത്ത് രണ്ടുപേരും കൂടി സഞ്ചരിക്കുന്നത് കണ്ടു. അങ്ങനെ ശിവനെ കണ്ടതോടുകൂടി എല്ലാവരും കൂടി സരസഹ ഉത്തീര്യ, സരസിൽ നിന്ന് ഉത്താരണം ചെയ്തു, പൊങ്ങി വന്നു, വേഗം കയറി, വെള്ളത്തുനിന്ന് വേഗം കയറിയിട്ട് വാസാംസി പര്യദുഹു, വാസസ്സുകളെ, വസ്ത്രങ്ങളെ എടുത്തു ചുറ്റി, പരിധാനം ചെയ്തു എന്ന് പറഞ്ഞാൽ ചുറ്റുക എന്നർത്ഥം. പര്യദുഹു. വ്രീഡിതാഹ സ്ത്രീയഃ, ലജ്ജിതാഹ സ്ത്രീയഃ. മഹാദേവനെ കണ്ടപ്പോ ലജ്ജ തോന്നിയവരായിട്ടുള്ള കന്യകമാര് വേഗം കരയ്ക്ക് കയറിയിട്ട് വസ്ത്രങ്ങളെ എടുത്ത് ചുറ്റി. കിട്ടിയവര് കിട്ടിയ വസ്ത്രം എടുത്ത് ചുറ്റി. അപ്പൊ എന്തുണ്ടായി ഇവിടെ? ശർമ്മിഷ്ഠ അജാനതീവാസോ ഗുരുപുത്ര്യാഃ സമവ്യയത് സ്വീയം മത്വാ പ്രകുപിതാ ദേവയാനീതമബ്രവീത്. ശർമ്മിഷ്ഠാജാനതീവാസോ ഗുരുപുത്ര്യാഃ സമവ്യയത് സ്വീയം മത്വാ പ്രകുപിതാ ദേവയാനീതമബ്രവീത്. ശർമ്മിഷ്ഠ അജാനതി, ആ രാജകുമാരിയായ, അസുരകുമാരിയായ ശർമ്മിഷ്ഠാദേവി അജാനതി, അറിയാതെ എന്ത് ചെയ്തു? സ്വീയം മത്വ, സ്വകീയമാണെന്ന് കരുതി, തന്റേതാണെന്ന് കരുതിയിട്ട് ഗുരുപുത്ര്യാഹ വാസഃ സമവ്യയത്. ഗുരുപുത്ര്യാഹ വാസഃ, ഗുരുപുത്രിയായ ദേവയാനിയുടെ വസ്ത്രമെടുത്ത് സമവ്യയത്, സമവ്യയത് എന്ന വേഷ്ടിച്ചു, ചുറ്റി. ചുറ്റിയതോടു കൂടിയിട്ട് എന്തുണ്ടായി? പ്രകുപിതാ ദേവയാനി, ദേവയാനി പ്രകുപിത, ദേവയാനി വളരെ കോപിച്ചവളായിട്ട് ഇതമബ്രവീത്, ഇപ്രകാരം പറഞ്ഞു. അപ്പൊ ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല തന്റെ വസ്ത്രം ശർമ്മിഷ്ഠ എന്ന രാജകുമാരി എടുത്തെടുത്തത്. കാരണം താൻ ആരാണെന്നുള്ള കോംപ്ലക്സ് നല്ലോണം ഉണ്ടായിരുന്നു. താൻ ബ്രാഹ്മണകുമാരിയാണ്, ഇവൾ ക്ഷത്രിയയാണ്, ബ്രാഹ്മണർക്കാണ് കേമത്വം എന്നുള്ള എന്താ പറയുക, മതം, ജാതി മതം അല്ലെങ്കിൽ കുലമതം. മതം എന്ന് പറഞ്ഞാൽ അഹങ്കാരം, ഇവിടെ ഗർവം. ആ ഗർവമുള്ളിൽ നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് പ്രകടിപ്പിച്ചുകൊണ്ട് ശർമ്മിഷ്ഠയെ ചീത്ത വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്ന്. അത് നോക്കൂ, 4 ശ്ലോകങ്ങളെ കൊണ്ടാണ് നിന്ദിക്കുന്നത്. അഹോ നിരീക്ഷ്യതാമസ്യാഹ ദാസ്യാ കർമ്മ ഹ്യസാമ്പ്രതം അസ്മദ്ദാര്യം ധൃതവതി ശുനീവ ഹവിരദ്വരേ യൈരിദം തപസാ സൃഷ്ടം മുഖം പുംസഃ പരസ്യ യേ ധാര്യതേ യൈരിഹ ജ്യോതിഃ ശിവഃ പന്ഥാശ്ച ദർശിതഃ യാൻ വന്ദന്ത്യുപതിഷ്ഠന്തെ ലോകനാഥാസുരേശ്വരാഃ ഭഗവാനപി വിശ്വാത്മാ പാവനഃ ശ്രീനികേതനഃ
വയം തത്രാപി ഭൃഗവഃ ശിഷ്യോസ്യാനഃ പിതാസുരഃ അസ്മദ്ദാര്യം ധൃതവതി ശൂദ്രോ വേദമിവാസതി. 4 ശ്ലോകങ്ങൾ കൊണ്ടാണ് ഈ ദേവയാനി ശർമ്മിഷ്ഠയെ നിന്ദിക്കുന്നത്. ഓരോ ശ്ലോകങ്ങളായിട്ട് നോക്കാം. അഹോ നിരീക്ഷ്യതാം അസ്യാഹ ദാസ്യാഹ കർമ്മ ഹി അസാമ്പ്രതം അസ്മദ്ധാര്യം ധൃതവതി ശുനീവഹ വിരദ്വരേ. അഹോ കഷ്ടം എന്നുള്ള അർത്ഥത്തിൽ അഹോ നിരീക്ഷതാം, നിങ്ങളെല്ലാരും കാണൻ, അസ്യാഹ ദാസ്യാഹ കർമ്മ, ഈ ദാസിയുടെ കർമ്മം. അപ്പോ ബ്രാഹ്മണരുടെ ദാസ്യമാണ് ക്ഷത്രിയർക്ക് എന്നുള്ളതാണ് അവളുടെ വെപ്പ്. അതുകൊണ്ട് അവൾ പറയണം അസ്യാഹ ദാസ്യാഹ കർമ്മ ഹി അസാമ്പ്രതം. അസാമ്പ്രതം എന്ന് പറഞ്ഞാൽ അവസരോചിതമല്ലാത്തത്. സാമ്പ്രതം എന്ന് പറഞ്ഞാൽ ആ അവസരത്തിന് പറ്റിയത് എന്ന് പറഞ്ഞാൽ ഔചിത്യത്തോടു കൂടിയത്. ഇത് അനൗചിത്യമായത്, അയുക്തമായത് എന്നൊക്കെ അർത്ഥം. യോജിക്കാത്തത്. അപ്പോ ഒട്ടും യോജിക്കാത്ത പ്രവൃത്തിയാണ് ഇവൾ ചെയ്തത്, ഈ ദാസി ചെയ്തത്. നോക്ക്, അസ്മദ്ദാര്യം ധൃതവതി, ഞാൻ ധരിക്കേണ്ട വസ്ത്രത്തെ അവൾ എടുത്ത് ധരിച്ചിരിക്കുന്നു. അസ്മദ്ദാര്യം മയാദാര്യം ധൃതവതി, ഇവൾ ധരിച്ചിരിക്കുന്നു. ഏതുപോലെ? ശുനീവ ഹവിരദ്വരേ, അദ്വരേ ഹവി ശുനി ഇവ. ശുനി എന്ന് പറഞ്ഞാൽ പെൺപട്ടി. ശുനകന്റെ ഭാര്യയാണ് ശുനി. അപ്പൊ ഒരു പെൺപട്ടി വന്നിട്ട് അദ്വരെ യാഗങ്ങളിൽ ഹവിസ് അപഹരിച്ചുകൊണ്ട് പോയാലോ? ദേവന്മാർക്ക് ആഹൂതി ചെയ്യാൻ വേണ്ടി പാത്രങ്ങളില് ഹവിസ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ദ്രായ സ്വാഹ, അഗ്നയെ സ്വാഹ, വരുണായ സ്വാഹ എന്നൊക്കെ പറഞ്ഞ് ദേവന്മാർക്ക് സമർപ്പിക്കാനുള്ളതായിട്ടുള്ള ഹവിസിനെ വല്ല പട്ടികളും വന്ന് കൊണ്ടുപോയാൽ എന്താ അവസ്ഥ? അതുപോലെയാണ് ഇവള് ദേവന്മാർക്ക് പവിത്രമായി സമർപ്പിക്കാൻ വെച്ച ഹവിസ് പട്ടി കൊണ്ടുപോകും പോലെ എന്നെ പോലെ ഒരു ഉത്തമ ബ്രാഹ്മണ സ്ത്രീ ധരിക്കാനുള്ള വസ്ത്രം ഈ നീചയായ ദാസിയായ ഇവൾ ധരിച്ചിരിക്കുന്നു എന്ന് നിന്ദിക്കുകയാണ്. അപ്പൊ അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇമാതിരിയുള്ള കോംപ്ലക്സുകൾ. എന്തായാലും ശുക്രാചാര്യരുടെ മകളല്ലേ, ചിലപ്പോ കാണും. ശുക്രാചാര്യരുടെ സിലബസിൽ വേണ്ടതൊന്നും വേണ്ട പോലെയൊന്നും ഇല്ലല്ലോ. യൈരിദം തപസാ സൃഷ്ടം മുഖം പുംസഃ പരസ്യ യേ ധാര്യത്തെ യൈരിഹ ജ്യോതിഃ ശിവഃ പന്ഥാശ്ച ദർശിതഃ. യൈരിദം തപസാ സൃഷ്ടം മുഖം പുംസഃ പരസ്യ യേ ധാര്യത്തെ യൈരിഹ ജ്യോതിഃ ശിവഃ പന്ഥാശ്ച ദർശിതഃ. ബ്രാഹ്മണരുടെ മാഹാത്മ്യം പറയുകയാണ്. യൈഹി ഇദം തപസാ സൃഷ്ടം, ഏതൊരുവരാലാണോ ഈ ലോകം തപസ്സുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത്. ആരാണ് ഈ ലോകത്തെ തപസ്സുകൊണ്ട് സൃഷ്ടിച്ചത്? ബ്രഹ്മാവും പ്രജാപതികളുമാണ്. അപ്പൊ അവരൊക്കെ ബ്രാഹ്മണരാണ് എന്നാണ്. പ്രജാപതികളെ ബ്രാഹ്മണരായിട്ടാണ് കണക്കാക്കുന്നത്. ഏറ്റവും വലിയ ബ്രാഹ്മണൻ ബ്രഹ്മദേവനാണ്. അപ്പോ അങ്ങനെയുള്ള പ്രജാപതികളാൽ ആണ്, അവരുടെ തപസ്സുകൊണ്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്. ഇനി മാത്രമല്ല, പരസ്യ പുംസഃ മുഖം, ഏതൊരു ബ്രാഹ്മണരാണോ പരമപുരുഷനായ വിരാട് പുരുഷന്റെ മുഖമായി പറയപ്പെടുന്നത്, ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃതഃ എന്നാണല്ലോ അല്ലെ പുരുഷ സൂക്തം. അപ്പൊ ബ്രാഹ്മണർ വിരാട് പുരുഷന്റെ മുഖസ്ഥാനീയരാകുന്നു, ക്ഷത്രിയർ വെറും കൈകളാകുന്നു. ഇവരുടെ ഭാഷയില് കേട്ടോ, വെറും കൈകളൊന്നുമല്ല, കൈകളുണ്ടെങ്കിലേ മുഖത്തിന് നിലനിൽപ്പുള്ളൂ. എങ്കിലും ഇവിടെ അഹങ്കാരം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്, ബ്രാഹ്മണരാണ് ഈ വിരാട് പുരുഷന്റെ മുഖമാകുന്നു. ധാര്യതേ യൈരിഹ ജ്യോതിഃ ശിവഃ പന്ഥാശ്ച ദർശിതഃ. അപ്പോ യൈഹി, ഏതൊരു ബ്രാഹ്മണരാലാണോ ജ്യോതിഃ ധാര്യത്തെ, പ്രകാശം ധരിക്കപ്പെടുന്നത്, അറിവാകുന്ന പ്രകാശം ഈ ലോകത്ത് ധരിക്കപ്പെടുന്നത്, ശിവഃ പന്ഥാ ദർശിതഃ ച, ഈ ലോകത്തിന് മംഗളമാർഗം കാണിച്ചു കൊടുക്കുന്നതും ബ്രാഹ്മണരാണ്.
അപ്പൊ ലോകത്തിന് ക്ഷേമകരമായ വൈദിക മാർഗം കാണിച്ച് വിളക്ക് കാണിക്കുന്ന മാർഗദർശികളാണ് ബ്രാഹ്മണര്. ആ ബ്രാഹ്മണരുടെ മഹത്വം മറന്നുകൊണ്ട് ഇവള് ക്ഷത്രിയ ദാസിയായിട്ടുള്ള ഇവള് എന്റെ വസ്ത്രത്തെ എടുത്ത് ധരിച്ചിരിക്കണമെന്ന് പറഞ്ഞു വരികയാണ്. യാൻ വന്ദന്തി ഉപതിഷ്ഠന്തേ ലോകനാഥാസുരേശ്വരാഃ ഭഗവാനപി വിശ്വാത്മാ പാവന ശ്രീനികേതനഃ. യാൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ബ്രാഹ്മണരെയാണോ ലോകനാഥാഃ സുരേശ്വരാഃ വന്ദന്തി, ലോകനാഥന്മാരായ ദേവദേവന്മാർ പോലും വന്ദിക്കുന്നത്, എല്ലാ ദേവന്മാരും ബ്രാഹ്മണരെ ബഹുമാനിക്കുന്നു. ഉപതിഷ്ഠന്തേ അടുത്തുനിന്ന് ഉപാസിക്കുന്നു, സ്തുതിക്കുന്നു. അപ്പൊ ബ്രാഹ്മണരെ ദേവന്മാർ പോലും ഉപാസിക്കുന്നു, സ്തുതിക്കുന്നു. പാവനഃ ശ്രീനികേതനഃ വിശ്വാത്മാ ഭഗവാനപി, പാവനനായ പരിശുദ്ധനായ വിശ്വാത്മാവായ ശ്രീനികേതനായ ശ്രീയുടെ വാസസ്ഥാനമായിരിക്കുന്ന മാറോടുകൂടിയ ആ ലക്ഷ്മീപതിയായ ഭഗവാൻ പോലും ബ്രാഹ്മണരെ വന്ദിക്കുന്നു. അല്ലെ, കഥയൊക്കെ ഓർമ്മയുണ്ടല്ലോ. സനകാദികൾ വൈകുണ്ഠത്തിൽ ചെന്നപ്പോ സനകാദികളെ ഭഗവാൻ സ്തുതിച്ചില്ലേ ബ്രാഹ്മണരുടെ മഹത്വം പറഞ്ഞുകൊണ്ട്? അതൊക്കെ എവിടുന്നോ കേട്ടിട്ടുണ്ട്, കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ മാഹാത്മ്യം, അതുപോലെ ഭൃഗു മാറത്ത് ചവിട്ടിയപ്പോ ഭൃഗുവിന്റെ പാദം കൊണ്ട് പവിത്രമാക്കിയതാണ് മഹാവിഷ്ണുവിന്റെ ശരീരം പോലും. അതുകൊണ്ടാണ് അവിടെ ലക്ഷ്മി ദേവി സ്ഥിരമായി വസിക്കുന്നത് എന്ന് ഭഗവാൻ പോലും സമ്മതിച്ചിട്ടുള്ളതാണ്, ഭൃഗുവിനെ സ്തുതിച്ചതാണ്. അന്നിവിടെ പാദസ്പർശം ചെയ്തതുകൊണ്ട് ഞാൻ ധന്യനായി, എന്റെ ശരീരം പവിത്രമായി. ആ ലക്ഷ്മീദേവി ഇനി എന്നെ വിട്ടുപോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൃഗുവിനെ നമസ്കരിച്ചു മഹാവിഷ്ണു. അപ്പോ അതുപോലെയുള്ള ഭൃഗുവിന്റെ വംശത്തിലാണ് വയം തത്രാപി ഭൃഗവഃ, തത്ര ബ്രാഹ്മണേഷു, ഈ ബ്രാഹ്മണരുടെ മധ്യത്തിൽ ഞങ്ങൾ ഇസ്പയുടെ ഏഴാം കൂലികളല്ല. പിന്നെ ആരാണ് ഞങ്ങള് ഭൃഗവഃ, വയം ഭൃഗവഃ, ഞങ്ങൾ ആ ഭൃഗുവിന്റെ വംശജാതന്മാരാണ്. ഭൃഗുവിന്റെ വംശത്തിലാണ് അങ്കിരസും അങ്കിരസിന്റെ പുത്രന്മാരായ ശുക്രനും ബൃഹസ്പതിയും ഒക്കെ. അപ്പൊ ഞങ്ങൾ ഭാർഗവന്മാരാണ്, ഞങ്ങൾ ഭൃഗുവംശ. ആ ഭൃഗുവാണ് മഹാവിഷ്ണുവിനെ പവിത്രനാക്കിയിട്ടുള്ളത്, ഓർമ്മ വേണം. നീ അസ്യാഹ നഹ ശിഷ്യ പിതാ അസുര, നിന്റെ പിതാവുണ്ടല്ലോ, ആ അസുരനായ പിതാവ്, നിന്റെ പിതാവ് നഹ ശിഷ്യ, ഞങ്ങളുടെ ശിഷ്യനാകുന്നു. എന്റെ അച്ഛന്റെ ശിഷ്യനാണ്, പക്ഷെ മൊത്തത്തിൽ ഞങ്ങളുടെ ശിഷ്യനാകുന്നു. ഞങ്ങളെ അനുസരിക്കുന്ന ദാസപ്രവൃത്തി എടുക്കുന്നവനാണ് നിന്റെ അച്ഛൻ. അത് നീ മറന്നു. നിന്റെ അച്ഛൻ ദാസനും എന്റെ അച്ഛൻ സേവിക്കപ്പെടുന്ന ഗുരുവുമാകുന്നു. അസ്മദ്ധാര്യം ധൃതവതി ശൂദ്രോ വേദമിവ സതി. അസ്മദ്ധാര്യം, എന്നാൽ ധരിക്കപ്പെടേണ്ട വസ്ത്രത്തെ ധൃതവതി, നീ ധരിച്ചിരിക്കുന്നു. ശൂദ്രഃ വേദമിവ അസതി. എങ്ങനെയാണോ ശൂദ്രഃ വേദമിവ എന്ന് ഉപമിച്ചിരിക്കുകയാണ്. യോഗ്യതയില്ലാത്ത ഒരാൾ, പ്രാകൃതനായിട്ടുള്ള ഒരാൾ ശൂദ്രൻ എന്ന് പറയുന്നു. അപ്പൊ ആ ശൂദ്രൻ വേദം ധരിച്ചിരിക്കുന്നത് പോലെ, ശൂദ്രന്മാർക്ക് വേദം ധരിക്കാനുള്ള അർഹതയില്ല. അവിടെ ശൂദ്രൻ എന്ന് പറഞ്ഞാൽ സംസ്കാരഹീനന്മാർ എന്നർത്ഥമാണ്. സംസ്കാരഹീനന്മാർ ഈ ഭഗവത്ഗീതയും ഉപനിഷത്തുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തെറിയാണെന്നൊക്കെ ചിലപ്പോൾ പറയും. പച്ച തെറിയാണ് ഭഗവത്ഗീത, കൃഷ്ണൻ അർജുനനെ വിളിച്ച പച്ച തെറിയാണെന്നൊക്കെ പറയുന്ന കൂട്ടരാണ് ഇതൊക്കെ അവിടെയും ഇവിടെയൊക്കെ വായിച്ച ശൂദ്രന്മാര്. അപ്പൊ അങ്ങനെയുള്ളവരൊന്നും ഇതൊന്നും വായിക്കാൻ പാടുള്ളതല്ല. ഇപ്പൊ ഈ എന്താ പറയുക, ഈ നവമസ്കന്ധത്തിലെ പല കഥകളും ഈ പറഞ്ഞ ശൂദ്രന്മാര് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് പരിഹസിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, അവർക്ക് നിന്ദിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ളതല്ല ഇത്. ഏത് രീതിയിലാണ് ഇതിനെയൊക്കെ സമീപിക്കേണ്ടത് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം അതിനോടുള്ളതായിട്ടുള്ള ശ്രദ്ധയോടെ ബഹുമാനത്തോടെ അതെന്തിനു വേണ്ടി പറയപ്പെട്ടിരിക്കുന്നു. എന്താ പറയുക, ഈ കഥകളൊക്കെ ഇത്രയും പച്ചയായി അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ? അല്ലെങ്കിൽ ഇതൊക്കെ മൂടി വെക്കാമായിരുന്നു. ദേവയാനി പറഞ്ഞ ഈ വാക്കുകളൊക്കെ ഇത്രയും പച്ചയായിട്ട് എഴുതി വെച്ചിരിക്കുന്നു.
ഇത് എന്താ പറയുക, ബ്രാഹ്മണ മേധാവിത്വമുള്ള ആരെങ്കിലുമാണോ എഴുതിയതെങ്കിൽ ഇങ്ങനെ എഴുതുവോ? മൂടി വെക്കുകയല്ലേ ഉള്ളൂ. അപ്പൊ ഇത് പച്ചയായിട്ടാണ് ഓരോ കഥകളും അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ നിന്ദ്യമായിട്ടുള്ളത് നിന്ദ്യം തന്നെയാണ്, നല്ലതെല്ലാം നല്ലതുമാണ്. അതിലേതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ള വകതിരിവ് നമുക്കുണ്ടായിരിക്കണം. അതിനുള്ള മെച്യൂരിറ്റി ഉള്ളവർ മാത്രമേ ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കാൻ പാടുള്ളൂ. അല്ലാതെ അപക്വമതികളായിട്ടുള്ള ആളുകൾ ഇതൊക്കെ കൈകാര്യം ചെയ്താൽ ഇതിനെ വെറുതെ നിന്ദിക്കാനിടയാവും. അപ്പൊ അതുകൊണ്ടാണ് ശൂദ്രന്മാർ വേദം പഠിക്കരുത് എന്ന് പറഞ്ഞത്. ശൂദ്രന്മാരെന്നാൽ സംസ്കാരഹീനന്മാർ, മൂഢന്മാർ, ശ്രദ്ധയില്ലാത്തവർ, അത് വേണ്ടതുപോലെ അതിനെ ധരിക്കാൻ കഴിവില്ലാത്തവർ. വൃത്തിയില്ലാത്ത പാത്രത്തില് പാല് ഒഴിച്ചു വെച്ചാൽ ആ പാല് പിരിഞ്ഞു പോകുന്നത് പോലെയാണ് അർഹതയില്ലാത്ത പാത്രങ്ങളിൽ വേദാദികൾ കൊടുത്താൽ. അപ്പൊ ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ശൂദ്രോ വേദമിവ അസതീ, അസതിയായ നീ, യോഗ്യതയില്ലാത്തവളായ നീ എന്റെ വസ്ത്രത്തെ എടുത്ത് ധരിച്ചിരിക്കുന്നു അല്ലേ എന്ന് പറഞ്ഞ് ചീത്ത വിളിയാണ്. വയം തത്രാപി ഭൃഗവഃ ശിഷ്യോസ്യാന പിതാസുരഃ അസ്മദ്ധാര്യം ധൃതവതീ ശൂദ്രോ വേദമിവാസതി. ഇതുപോലെയുള്ള ശൂദ്രന്മാരൊക്കെ ഈ ഭാഗം മാത്രം വായിച്ചിട്ട് വേണമെങ്കിൽ ഭാഗവതത്തിൽ മുഴുവൻ വേണ്ടാത്തതാണ്, പച്ചത്തെറിയാണ് പറയുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള വിഡ്ഢികൾക്ക് ഇത് എടുത്ത് കോട്ട് ചെയ്യുകയും ചെയ്യാം അല്ലേ. എത്ര നല്ല കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു. 18,000 ശ്ലോകങ്ങളുണ്ട്. അതിലൊരു 4-5 ശ്ലോകങ്ങൾ ഇങ്ങനെയുള്ളതുണ്ട്. പക്ഷെ ഇത് തപ്പിയെടുക്കും അല്ലെ. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ് ഇത് തപ്പിയെടുക്കും മൂഢജനങ്ങൾ. അപ്പോ ഇങ്ങനെ ഇവള് ശർമ്മിഷ്ഠയെ തന്റെ ജാത്യഹങ്കാരം കൊണ്ട്, തന്റെ എന്താ പറയുക വർണ്ണപ്രൗഢി കൊണ്ട് ശർമ്മിഷ്ഠയെ നിന്ദിച്ചു. ഇതിന്റെ ഫലമായിട്ടാണ് ഇവളിനി ഈ എന്താ പറയുക, അതിനു മുമ്പേ തന്നെ അവൾക്ക് ശാപം കിട്ടിയിട്ടുണ്ട്, ഭർത്താവായി ബ്രാഹ്മണൻ വരില്ല എന്ന്. ഒരു ക്ഷത്രിയനെ തന്നെ വിവാഹം കഴിക്കേണ്ടി വരും. അപ്പൊ ക്ഷത്രിയ സ്ത്രീയെ നിന്ദിച്ചവൾക്ക് ജീവിതം മുഴുവൻ ക്ഷത്രിയന്റെ ഭാര്യയായി കഴിയാനുള്ള വിധിയാണ് ഇനി വരാനിരിക്കുന്നത്. നോക്കൂ, അങ്ങനെ അവള് അടങ്ങട്ടെ അല്ലേ. ഇങ്ങനെ പറഞ്ഞവൾക്ക് അങ്ങനെ തന്നെ വരണം. ആരായാലും ശരി. ഇപ്പൊ ശുക്രാചാര്യന്റെ മകളാണ് ദേവയാനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൂജിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ശരിയല്ലാത്തത് ആരാണെങ്കിലും ശരിയല്ല. ദേവയാനി നമുക്കിപ്പോ പൂജ്യമൊന്നുമല്ല. ദേവയാനി ദേവയാനിയാണ്, ശുക്രാചാര്യന്റെ മകളാണ്, ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ പറയുന്നവളാണ്. അത്രേ ഉള്ളൂ. ദേവയാനിയെ ജസ്റ്റിഫൈ ചെയ്യേണ്ട ബാധ്യതയൊന്നും നമുക്കില്ല. അവള് ഭാഗവതത്തിൽ ഒരു കഥാപാത്രമാണെന്നിട്ട് അവളെ തലയിൽ കയറ്റി വെക്കേണ്ട കാര്യം നമുക്കില്ല. അതിന്റെ ഫലം അവള് അനുഭവിക്കുന്നു, ക്ഷത്രിയന്റെ പത്നിയായിട്ട് ആജീവനാന്തം. മനസ്സിലാക്കുക. അവിടെ തന്നെ കാണിച്ചു തരികയാണ്. ഭാഗവതം കാണിച്ചു തരുന്നത് ഇതൊക്കെയാണ്. ഇതിനെയാണ് ഭാഗവതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രത്തോളം നിന്ദിച്ചോ അത്രത്തോളം അവൾക്ക് അനുഭവിക്കണം. ഇരിക്കട്ടെ, നമുക്ക് കഥ തുടരാം. ഏവം ശപന്തീം ശർമ്മിഷ്ഠാ ഗുരുപുത്രീമഭാഷത ഋഷാശ്വസന്തി ഉരംഗീവ ധർഷിതാ ദഷ്ടദച്ഛത. ഏവം ശപന്തീം ശർമ്മിഷ്ഠാ ഗുരുപുത്രീമഭാഷത ഋഷാശ്വസന്ത്യുരംഗീവ ധർഷിതാ ദഷ്ടദച്ഛത. ഏവം ശപന്തീം ഗുരുപുത്രീം ശർമ്മിഷ്ഠ അഭാഷത. ഏവം ശപന്തി, ഇവിടെ ശപിക്കുക എന്ന് പറഞ്ഞാല് ചീത്ത വിളിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. പുലമ്പുക, വല്ലതുമൊക്കെ പറയുക. അങ്ങനെ അസഭ്യം പറയുന്നവളായ, ശപിക്കുന്നവളായ, നിന്ദിക്കുന്നവളായ ഗുരുപുത്രിയും, ഗുരുപുത്രിയോട് ശർമ്മിഷ്ഠ അഭാഷത, ശർമ്മിഷ്ഠ ഭാഷണം ചെയ്തു. ഇനി അവളും വിട്ടുകൊടുക്കുന്നില്ല. അവള് രജോ ഗുണമുള്ളവളാണല്ലോ, നല്ലോണം ഒപ്പത്തിനൊപ്പം പറയുന്നുണ്ട്. സ്ത്രീ സ്വഭാവം അല്ലേ, എവിടെയും കാണാം. രുഷാ ശ്വസന്തി ഉരംഗീവ ദർശിത ദഷ്ടദച്ഛത. രുഷാ രോഷം കൊണ്ട് ശ്വസന്തി, ശ്വസന്തി എന്ന് പറഞ്ഞാല്
വല്ലാതെ ശ്വാസം വിടുന്നവളായിട്ട് ഹും 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 എന്ന്, ഏതുപോലെ ഉരങ്കി എന്ന് പറഞ്ഞാല് ഒരു പെൺപാമ്പ്, ഉരകം, അതിന്റെ സ്ത്രീയാണ് ഉരങ്കി. അപ്പൊ പെൺപാമ്പ് ചീറ്റുന്നത് പോലെ. പെൺപാമ്പ് എപ്പോഴാ ചീറ്റുക? മുട്ടയിട്ട് അടയിരിക്കുമ്പോ അതിന്റെ അടുത്തേക്ക് ആരെങ്കിലുമൊക്കെ വന്നാല് നന്നായിട്ട് ചീറ്റും, ഷൂ 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 എന്ന് പറഞ്ഞിട്ട്, അല്ലെ? ഈറ്റപ്പുലി എന്ന് പറയും പോലെ പെൺപാമ്പ് മുട്ടയിട്ട് അടയിരിക്കുമ്പോ അതിന്റെ അടുത്തേക്ക് ആരെങ്കിലും ചെന്നാൽ നല്ലോണം ചീറ്റും. അപ്പൊ അതുപോലെ രുഷാ ശ്വസന്തി ഉരങ്കീവ ദർശിത എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തോടു കൂടി അല്ലെങ്കിൽ നിന്ദിക്കപ്പെട്ടവളായിട്ട്, ആ നിന്ദ മുറിവേറ്റവളായിട്ട്, ദച്ചതം എന്ന് പറഞ്ഞാൽ ദന്തച്ചതം ചുണ്ട്, അതിനെ ദഷ്ടം എന്ന് പറഞ്ഞാൽ ദംശിച്ചിട്ട്. ഇപ്പൊ ചുണ്ട് കടിച്ചുകൊണ്ട്, ദേഷ്യം കൊണ്ട് ചുണ്ട് കടിച്ചുകൊണ്ട്, ദർശിത ഉരങ്കീവ രുഷാശ്വസന്തി ഗുരുപുത്രിയും ശർമ്മിഷ്ഠ അഭാഷത. ആ ഗുരുപുത്രിയെ നോക്കിക്കൊണ്ട് ശർമ്മിഷ്ഠ ഇപ്രകാരം പറഞ്ഞു. ശർമ്മിഷ്ഠയുടെ വാക്കുകൾ 2-3 ശ്ലോകങ്ങളുണ്ട്. ആത്മവൃത്തമവിജ്ഞായ കർത്ഥസേ ബഹുഭിക്ഷുകി കിം ന പ്രതീക്ഷസേ അസ്മാകം ഗൃഹാൻ ബലിഭുജോ യഥാ ഏവം വിധൈ സുപരുഷൈ ക്ഷിപ്ത്വാചാര്യസുതാം സതീം ശർമ്മിഷ്ഠ പ്രാക്ഷിപത്കൂപേ വാസ ആദായ മന്യുന. ഒരു ശ്ലോകത്തിലാണ് നിന്ദിക്കുന്നത്, ബാക്കി പ്രവൃത്തിയാണ്. ആത്മവൃത്തം അവിജ്ഞായ കഥസേ ബഹുഭിക്ഷുകി കിം ന പ്രതീക്ഷസേ അസ്മാകം ഗൃഹാൻ ബലിഭുജോ യഥാ. നല്ല കണക്കിൽ മറുപടി കൊടുക്കുന്നുണ്ട്. നമ്മളെ TV-യിൽ ചർച്ചകൾ പോലെ, അല്ലേ? റിപ്പോർട്ടർ TV-യിൽ ഒരു സുജയ പാർവതി ഉണ്ട്. 4 എണ്ണത്തിനെ ഒന്നിച്ച് നേരിടുന്ന മിടുമിടുക്കിയാണ്. 4 ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ CPM കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന 4 എഡിറ്റേഴ്സും അതിനെ നേരിട്ട് കൊണ്ട് ഒരു എഡിറ്റർ. ഇവളെല്ലാറ്റിനും നല്ല ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കുന്ന ഇത്തിരി BJP പിൻബലമുള്ളവളാണ്, അല്ലെങ്കിൽ BJP ചായ്വുള്ളവളാണ്. ഇവര് തമ്മിലുള്ള എഡിറ്റേഴ്സ് എന്താ പറയുക, ആ ചർച്ചകൾ കാണേണ്ടതാണ്, നല്ല രസമാണ്. അവസാനപ്പോഴാണ് കൂട്ടത്തല്ലുതല്ലേ എല്ലാരെയും. അപ്പൊ അതുപോലെ നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. ആത്മവൃത്തം അവിജ്ഞായ കത്തസേ ബഹു ഭിക്ഷുകി. അവളെ വിളിച്ചത് എന്താണ്? പിച്ചക്കാരി എന്ന്. പിച്ചക്കാരി. ആത്മവൃത്തം അവിജ്ഞായ കത്തസേ. നീ എങ്ങനെ കഴിയുന്നത് എന്ന് മറന്നുകൊണ്ട്, അറിയാതെയാണ് നീ പുലമ്പുന്നത്. നീ എങ്ങനെ കഴിയുന്നത്? പിച്ച എടുത്തിട്ടാണ് കഴിയുന്നത് എന്നാണ് ഭിക്ഷുകി എന്നുള്ള വിളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം കിം ന പ്രതീക്ഷസേ അസ്മാകം ഗൃഹാൻ ബലിഭുജോ യഥാ. ബലിബുക്ക് എന്ന് പറഞ്ഞാല് കാക്ക, ബലിയെ ഭുജിക്കുന്നത്. നമ്മൾ തർപ്പണാദികൾ ചെയ്ത് അതിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ കാക്ക കാത്തു നിന്നിട്ടാണ് നമ്മുടെ ബലി കഴിഞ്ഞിട്ട് വേണം കാക്ക ഭക്ഷിക്കാൻ, അല്ലെ? കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാക്കയ്ക്ക് അനുവാദം കൊടുക്കും, കാക്കയെ വിളിച്ചു കൊടുക്കും. അപ്പൊ അതുവരെ കാക്ക എന്ത് ചെയ്യണം? പ്രതീക്ഷിച്ചിരിക്കണം. അതുപോലെ നിങ്ങള് ഞങ്ങളുടെ വാതിൽക്കൽ കാത്തു നിൽക്കുന്നവരല്ലേടി എന്നാണ്. അതാണ് അസ്മാകം ഗൃഹാൻ ബലിഭുജോ യഥാ കിം ന പ്രതീക്ഷസേ. രാജാക്കന്മാരായിട്ടുള്ള ഞങ്ങളുടെ എന്താ പറയാ, ഭിക്ഷ കിട്ടിയിട്ട് വേണ്ടേ നിങ്ങൾക്ക് കഴിയാൻ? അതിനുവേണ്ടി വാതിൽക്കൽ കാവൽ കിടക്കുന്നവരല്ലേ ഞങ്ങള്? കാക്കയെ പോലെ കാവൽ നിന്നിട്ട് കിട്ടുന്നത് കഴിച്ചു പോകുന്ന, അല്ലേ? ബലിബുക്കുകൾ കാക്കകൾ കഴിക്കുന്ന എച്ചിൽ കഴിച്ചു പോകുന്നത് പോലെ വല്ലതൊക്കെ ഞങ്ങളുടെ നിന്ന് ഞണ്ണി തിന്നു പോകുന്നവൾ. ഇങ്ങനെയൊക്കെ അവളുടെ വന്ന വഴി മറന്നുകൊണ്ട്, അല്ലെങ്കിൽ അവളുടെ വർത്തനം മറന്നുകൊണ്ട്, അവൾ എങ്ങനെ കഴിഞ്ഞുകൂടുന്നു എന്ന് മറന്നുകൊണ്ട്, അതാണ് ആത്മവൃത്തം അവിജ്ഞായ. എങ്ങനെ കഴിഞ്ഞുകൂടുന്നു എന്ന് മറന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പുലമ്പുന്നു അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശർമ്മിഷ്ഠ നല്ല ചൂടായിട്ട് മറുപടി കൊടുത്ത്, ഏവം വിധൈ സുപരുഷൈ ക്ഷിപ്ത്വാ ആചാര്യസുതാം സതീം. ഏവം വിധൈ സുപരുഷൈ, ഇങ്ങനെയുള്ള സുപരുഷങ്ങളായ വാക്കുകളെ കൊണ്ട് ആചാര്യസുതാം സതീം ക്ഷിപ്ത്വ, ആചാര്യസുതയായ അവളെ ദേവയാനിയെ സതീ എന്നവിടെ പറഞ്ഞിരിക്കുന്നു. പിന്നീട് ഭാവിയില് പൂജ്യയാണ്, ഗുരുപുത്രിയാണ്.
അപ്പൊ അവളെ ക്ഷിപ്ത്വ ആക്ഷേപിച്ചിട്ട് ശർമ്മിഷ്ഠ പ്രാക്ഷിപത് കൂപേ വാസ ആദായ മന്യുന. മന്യുന അവളുടെ കോപം സഹിക്കവയ്യാതെ വാസ ആദായ അവൾ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തെ എന്റെ വസ്ത്രമല്ലേ നിങ്ങൾ കൊണ്ടാകട് എന്ന് പറഞ്ഞ് വലിച്ച് ഊരി. അവൾ ഏതെങ്കിലും കിട്ടിയ വസ്ത്രം എടുത്ത് ധരിക്കാൻ നോക്കിയപ്പോ അതിനെയും പിടിച്ചു വലിച്ച് അവളെ നഗ്നയാക്കിയിട്ട് കൂപേയ പ്രാക്ഷിപത്ത് അവിടെ അടുത്തൊരു പൊട്ടക്കിണറുണ്ടായിരുന്നു അതിലേക്ക് തള്ളിയിട്ടു. ശർമ്മിഷ്ഠ കൂപേ പ്രാക്ഷിപത്ത് കൂപത്തിലേക്ക് പ്രക്ഷേപിച്ചു, തള്ളിയിട്ടു എന്നർത്ഥം. പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. ഇപ്പതാ ഉടുതുണിയില്ലാതെ നഗ്നയായിട്ട് ദേവയാനി പൊട്ടക്കിണറ്റിൽ കിടക്കുന്നു. നമ്മുടെ ശർമ്മിഷ്ഠ രാജധാനിയിലേക്ക് മടങ്ങിപ്പോയി. അപ്പോ ശർമ്മിഷ്ഠ പ്രകടിപ്പിച്ചത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് ധനമതം, ഐശ്വര്യമതം. മറ്റത് ജാതി മതം അല്ലെ. അച്ഛന്റെ മഹിമ കൊണ്ടുള്ള ബ്രാഹ്മണരാണെന്നുള്ളതായിട്ടുള്ള വർണ്ണമതം അല്ലെങ്കിൽ ജാതി മതം പ്രകടിപ്പിച്ചു ദേവയാനി. ഇവിടെ അപ്പോൾ ധനമതം അല്ലെങ്കിൽ ഐശ്വര്യമതം പ്രകടിപ്പിച്ചു ശർമ്മിഷ്ഠ. രണ്ടും കണക്കന്നെ, രണ്ടും പാടില്ലാത്തതാണ്. രണ്ടുപേരും അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടത്. ഇനിയിപ്പോ ഇവളെന്താവുണ്ട്, അവളുടെ ദാസിയാവുണ്ട് കുറെ കാലത്തേക്ക്. ശർമ്മിഷ്ഠ ദേവയാനിയുടെ ദാസിയായി കഴിയാൻ വിധിക്കപ്പെടുന്നുണ്ട്. രാജ്ഞിയായിരുന്നിട്ട് പോലും ചെയ്ത ഇതിന്റെ അപരാധത്തിന് പ്രായശ്ചിത്തമായിട്ട് ദാസിയാവണം. അപ്പൊ രണ്ടുപേർക്കും വേണ്ട ശിക്ഷ ഈശ്വരൻ കൊടുക്കുന്നുണ്ട്. രണ്ടുപേരെയും നമ്മൾ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും രണ്ടുപേർക്കും കിട്ടി. തസ്യാം ഗദായാം സ്വഗൃഹം യയാതിർമൃഗയാം ചരന് പ്രാപ്തോ യദൃച്ഛയാ കൂപേ ജലാർത്തി താം ദദർശഃ. തസ്യാം ഗദായാം സ്വഗൃഹം യയാതിർമൃഗയാം ചരന് പ്രാപ്തോ യദൃച്ഛയാ കൂപേ ജലാർത്തി താം ദദർശഃ. തസ്യാം സ്വഗൃഹം ഗദായാം സത്യാം. അവൾ ശർമ്മിഷ്ഠ സ്വഗൃഹത്തിലേക്ക് ദാസിപുത്ര സഹപാഠി കൂട്ടുകാരുമായിട്ട് മടങ്ങിപ്പോയി. അപ്പോഴോ ആരെയും അറിയിച്ചില്ല അല്ലെ. രാജകൊട്ടാരത്തിൽ പോയിട്ട് അച്ഛനോടോ ഗുരുവിനോടോ ഒന്നും പറഞ്ഞില്ല. ഇവള് കിണറ്റിൽ കിടക്കുന്നുണ്ട്. ആര്? ദേവയാനി. ആ സമയത്ത് തന്നെ ഈശ്വര നിയോഗം. അതാണ് ഈശ്വരന്റെ ഇടപെടൽ. അല്ലെങ്കിൽ ആ വഴിക്ക് യയാതിക്ക് വരേണ്ട കാര്യമുണ്ടോ? യയാദിഹി മൃഗയാം ചരൻ പ്രാപ്തോ യദൃച്ഛയാ കൂപേ ജലാർത്തി താം ദദർശഃ. യയാതി ആ രാജാവ് മൃഗയാം ചരന് നായാട്ട് സഞ്ചരിച്ചുകൊണ്ട് മൃഗയാ വിനോദത്തിലൂടെ സഞ്ചരിച്ച് യദൃച്ഛയാ പ്രാപ്ത യാദൃച്ഛികമായി ഈശ്വരേച്ഛയാ അവിടെ പ്രാപിച്ചു. വിധിവശാൽ അവിടെ പ്രാപിച്ചു. എവിടെ? കൂപേ, ഇവള് കിടക്കുന്ന അതേ കിണറ്റില്. എങ്ങനെ? അദ്ദേഹത്തിന് ജലാർത്തനും ആയിരുന്നു. ജലം കിട്ടാനുള്ള ദാഹമുണ്ടായിരുന്നു. അപ്പൊ ദാഹിച്ച് വെള്ളം അന്വേഷിച്ച് വരികയാണ്. ഒരു കിണർ കണ്ടു. കിണറ്റിലേക്ക് നോക്കിയപ്പോ താം ദദർശ. ഹാ എന്നുള്ള ശബ്ദം ആശ്ചര്യം. ഈശ്വര നിശ്ചയത്തിന്റെ കളി. ആരാണ് സ്ക്രിപ്റ്റ് റൈറ്റർ? ഭഗവാനാണ് ഇവിടെ തിരക്കഥ എഴുതുന്നത്. ആരെ എവിടെ വെച്ച് കാണണം, എങ്ങനെ വിവാഹം കഴിക്കണം, എന്തൊക്കെ. ആ വിവാഹം എന്നുള്ളത് പ്രീ ഡിസ്റ്റൈൻഡ് ആണ്. അതിന് ഈശ്വരന്റെ നിയോഗമാണ് ഇവിടെ. അതാണ് ഹ എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോ ജലാർത്തി താം ദദർശഃ. ജലാർത്തിയായ അദ്ദേഹം ആ പൊട്ടക്കിണറ്റില് കിടക്കുന്ന അവളെ കണ്ടു. എന്ത് ചെയ്തു? ഉടനെ ദത്വാ സ്വമുത്തരം വാസഃ തസ്യൈ രാജാ വിവാസസേ ഗൃഹീത്വാ പാണിനാ പാണിം ഉജ്ജഹാര ദയാപരഃ. ദത്വാ സ്വമുത്തരം വാസഃ തസ്യൈ രാജാ വിവാസസേ ഗൃഹീത്വാ പാണിനാ പാണിം ഉജ്ജഹാര ദയാപരഃ. വസ്ത്രമില്ലാത്തൊരു യുവതിയെ കണ്ടപ്പോ ഉടനെ അദ്ദേഹം മര്യാദ ചെയ്തു. ധർമ്മിഷ്ഠനാണ് ആ യയാതി, ധർമ്മനിഷ്ഠനായിട്ടുള്ള അദ്ദേഹം സ്വം ഉത്തരം വാസഃ തസ്യൈ ദത്വ. സ്വകീയമായ ഉത്തരീയമാകുന്ന വാസസ് മേൽവസ്ത്രത്തെ അവൾക്കായിക്കൊണ്ട് ദാനം ചെയ്തു, വസ്ത്രദാനം ചെയ്തു. രാജാ വിവാസസേ, വസ്ത്രമില്ലാതെ നിൽക്കുന്നവൾക്കായിക്കൊണ്ട്, നഗ്നയായ ദേവയാനിക്കായിക്കൊണ്ട് തന്റെ ഉത്തരീയത്തെ ഊരിക്കൊടുത്തു.
എന്നിട്ടോ അവൾക്ക് കൈ കൊടുത്തു. എങ്ങനെ? ഗൃഹീത്വാ പാണിനാ പാണിം, പാണിനാ പാണിം ഗൃഹീത്വ, തന്റെ കൈ കൊണ്ട് അവളുടെ കൈ പിടിച്ച് ഉജ്ജഹാര ദയാപരഃ, ദയാപരൻ അവളെ രക്ഷിക്കണം എന്നുള്ള സങ്കല്പത്തോടെ ഉജ്ജഹാര, ഉജ്ജഹാര ഉദ്ധരിച്ചു, മുകളിലേക്ക് കയറ്റി, പിടിച്ചു കയറ്റി. കിണറ്റിൽ അധികം ആഴമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവളെ കൈ പിടിച്ച് കരയ്ക്കും കയറ്റി. ഇപ്പൊ എന്തൊക്കെയായി? വിവാഹത്തിൽ നടക്കുന്ന 2 ചടങ്ങുകളുമായി അല്ലേ? എന്താണ്? വസ്ത്രം കൊടുക്കുക, അങ്ങോട്ട് പാണിഗ്രഹണം ചെയ്യുക. അപ്പൊ 2 കാര്യമായതോടുകൂടി അവളും അത് സമ്മതിച്ചു. അവൾ തന്നെ ഇങ്ങോട്ട് പ്രപ്പോസൽ പറയുന്നത്, അതേ ഇനിയിപ്പോ ഞാൻ വേറെ ആരുടെയും കൈപിടിക്കാനോ വേറെ ആരുടെയൊന്നും വസ്ത്രം മേടിക്കാനോ പോകുന്നില്ല, അങ്ങ് തന്നെയാണ് എന്റെ ഭർത്താവ് എന്ന് അവൾ തന്നെ പറയുന്നതാ. തം വീരമാഹ ഔശനസീ പ്രേമ നിർഭരയാ ഗിരാ രാജൻ ത്വയാ ഗൃഹീതോ മേ പാണി പരപുരഞ്ജയ ഹസ്തഗ്രാഹോ അപരോ മാ ഭൂത് ഗൃഹീതായാസ്ത്വയാ ഹി മേ. തം വീരമാഹ ഔശനസി പ്രേമ നിർഭരയാ ഗിരാ രാജൻ ത്വയാ ഗൃഹീതോ മേ പാണി പരപുരഞ്ജയ ഹസ്തഗ്രാഹോ അപരോ മാ ഭൂത് ഗൃഹീതായാസ്ത്വയാ ഹി മേ. തം വീരം ആഹ ഔശനസി, ഔശനസി എന്ന് പറഞ്ഞാൽ ഉശനസിന്റെ പുത്രി, ശുക്രാചാര്യരുടെ മകളായ ദേവയാനി. തം വീരം ആഹ, ആ വീരനോട് പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത്? പരുഷമായിട്ടൊന്നുമല്ല പറഞ്ഞത്. പ്രേമ നിർഭരയാ ഗിരാ, അവൾക്ക് ഉള്ളില് പ്രേമം നിറഞ്ഞു തുളുമ്പുകയാണ്. ഈ രാജാവിനോട് പ്രേമനിർഭരമായ വാക്കുകളോടുകൂടി. അവിടെ ഒരാൾക്ക് ഒരാളോട് ആദ്യമായിട്ട് കാണുമ്പോൾ പ്രേമമുണ്ടാവണമെങ്കിൽ അത് ജന്മാന്തര ബന്ധവും ഇതുപോലെയുള്ള വിവാഹാദികളിൽ ചെന്ന് കലാശിക്കാനും ഒക്കെയുള്ള ബന്ധങ്ങളായിരിക്കും. അപ്പൊ അവിടെ എന്തായാലും അവൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ രാജാവിന്റെ നേർക്ക് പ്രേമനിർഭരമായ ഭാവം ഉണ്ടായി. അങ്ങനെ പ്രേമനിർഭരയാ ഗിരാ, പ്രേമനിർഭരമായ വാക്കുകൾ കൊണ്ട് അവൾ പറയണ വീരനോട്, രാജൻ പരപുരഞ്ജയ, അല്ലയോ രാജാവേ, ശത്രുക്കളുടെ പുരങ്ങളെയെല്ലാം ജയിക്കുന്നവനെ വീരാ, ത്വയാ ഗൃഹീതോ മേ പാണിഹി, അങ്ങയാൽ മേ പാണിഹി ഗൃഹീത, എന്റെ കൈ ഗ്രഹിക്കപ്പെട്ടു, എന്റെ പാണിഗ്രഹണം ചെയ്യപ്പെട്ടു. ഹസ്തഗ്രാഹോ അപരോ മാ ഭൂത് ഗൃഹീതായാഹ ത്വയാ ഹി മേ, ത്വയാ ഗൃഹീതായാ മേ, അങ്ങയാൽ ഗ്രഹിക്കപ്പെട്ടവളായ എനിക്ക് അപരഹ ഹസ്തഗ്രാഹ മാ ഭൂത്, അപരൻ ഹസ്തഗ്രാഹിയായി ഭവിക്കരുത്, വേറൊരാൾ എന്റെ കൈപിടിക്കാനുണ്ടാവരുത്, വേറൊരാൾക്ക് ഞാൻ കൈ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങയാൽ എന്റെ കൈകൾ ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ അങ്ങ് ഓൾറെഡി എന്റെ പാണിഗ്രഹണം ചെയ്തിരിക്കുന്നു. ഇനി വേറൊരാൾ എന്റെ കൈപിടിക്കാൻ ഇടയുണ്ടാവരുത്. അതുകൊണ്ട് അങ്ങ് എന്നെ സ്വീകരിക്കണം. ഏഷ ഈശകൃതോ വീര സംബന്ധോ നൗ ന പൗരുഷഃ യദിദം കൂപലഗ്നായാഃ ഭവതോ ദർശനം മമ. ഏഷ ഈശകൃതോ വീര സംബന്ധോ നൗ ന പൗരുഷഃ യദിദം കൂപലഗ്നായാഃ ഭവതോ ദർശനം മമ. അല്ലേ? ഏഷഃ ഈശകൃതഃ വീര, ഹേ വീര, ഏഷഃ ഈ കാര്യം ഈശകൃതം, ഈശനാൽ ചെയ്യപ്പെട്ടതാണ്, നമ്മളല്ല. അതാണ് ഈ സംബന്ധ നൗ, നൗ സംബന്ധ, നമ്മൾ തമ്മിലുള്ള ഈ സംബന്ധം ന പൗരുഷഃ, നമ്മുടെ പൗരുഷം കൊണ്ട് നമ്മൾ ചിന്തിച്ചുറപ്പിച്ചുണ്ടാക്കിയതൊന്നുമല്ല, നമ്മുടെ ഗൂഢാലോചനയിൽ വിരിഞ്ഞതല്ല ഇത്. അച്ഛനമ്മമാർ തമ്മിൽ ആലോചിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആലോചിച്ചോ ഉണ്ടായതല്ല ഇത്. ഈശകൃത, വിധികൃതം ഈശകൃതം, ദൈവം ഒന്നിപ്പിച്ചതിനെ മനുഷ്യർ പിരിക്കരുത്. അല്ലെ? ബൈബിളിലെ വാക്യങ്ങള് ഇവരുടെ ക്രിസ്ത്യൻ വിവാഹങ്ങളില് പള്ളിയില് അച്ഛന്മാര് പറഞ്ഞു കൊടുക്കും. ദൈവം ഒന്നിപ്പിച്ചതാണ്, മനുഷ്യർ പിരിക്കരുത്. ഇരിക്കട്ടെ.
അപ്പൊ ന പൗരുഷ, ദിസ് ഇസ് നോട്ട് മാൻ മെയ്ഡ് എന്നർത്ഥം. ഇത് മനുഷ്യരുണ്ടാക്കിയതല്ല, ഇത് ഈശകൃത. എന്താ യത് ഇതം, ഈ സംഭവം കൂപലഗ്നായ മമ ഭവതോ ദർശനം. ഈ കിണറ്റിൽ കിടക്കുന്ന എനിക്ക് എവിടെയോ കിടക്കുന്ന അങ്ങയുടെ ദർശനം ഉണ്ടാവുക എന്ന് പറഞ്ഞാല് അങ്ങേക്ക് പകരമ്പോ ഏതൊരു കാട്ടാളനും വരാമായിരുന്നു, വന്നില്ലല്ലോ അല്ലെ? ഏതെങ്കിലും വഴിപോക്കന്മാര് വന്നാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങ് തന്നെ വന്നത്. ഇത് ഈശകൃതം. അതുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിക്കരുത്. നീ ഇത് പ്രതിലോമ വിവാഹമാണെന്നുള്ള ശങ്ക അങ്ങയ്ക്ക് വേണ്ട എന്ന് പറയണം അടുത്ത ശ്ലോകത്തില്. ന ബ്രാഹ്മണോ മേ ഭവിത ഹസ്തഗ്രാഹോ മഹാഭുജ കചസ്യ ബാർഹസ്പത്യസ്യ ശാപാദ്യം അശപം പുരാ. ന ബ്രാഹ്മണോ മേ ഭവിത ഹസ്തഗ്രാഹോ മഹാഭുജ കചസ്യ ബാർഹസ്പത്യസ്യ ശാപാദ്യം അശപം പുരാ. ന ബ്രാഹ്മണ മേ ഭവിത ഹസ്തഗ്രാഹ. ഹേ മഹാഭുജ, അല്ലയോ വലിയ കൈകളോടുകൂടിയ രാജാവേ, മേ ഹസ്തഗ്രാഹ, എന്റെ കൈപിടിക്കാൻ ബ്രാഹ്മണ ന ഭവിത, ബ്രാഹ്മണൻ വരികയില്ല, ഭവിക്കുകയില്ല എന്ന് ബാർഹസ്പത്യസ്യ കചസ്യ ശാപാത്, ബൃഹസ്പതി പുത്രനായ കചന്റെ ശാപം എനിക്കുണ്ട്. അപ്പൊ കചന്റെ ശാപം കൊണ്ട് എനിക്ക് ബ്രാഹ്മണൻ ഭർത്താവായി വരികയില്ല. ആ കചൻ എന്നെ ശപിക്കാൻ കാരണം എന്താണ്? യം അശപം പുരാ. യം ഏതൊരുവനെ, അഹം അശപം, ഞാൻ അങ്ങോട്ട് ശപിച്ചു. ആദ്യം പുര, ഞാൻ അങ്ങോട്ട് ശപിച്ചപ്പോൾ അദ്ദേഹം എന്നെ തിരിച്ച് ശപിച്ചതാണ്. നിനക്ക് ബ്രാഹ്മണൻ ഭർത്താവാകാതെ പോകട്ടെ എന്ന്. അപ്പൊ ആ കചന്റെ ശാപം കൊണ്ടാണ് എനിക്ക് ബ്രാഹ്മണനെ ഇനി കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അങ്ങ് തന്നെയാണ് എന്റെ വരൻ എന്ന് ഈശ്വര നിശ്ചയമാണ്. അപ്പൊ ഇത് കചദേവയാനി എന്ന് പറയുന്ന ഒരു കഥ തന്നെ ഉണ്ടല്ലോ. എന്താണ്? കചൻ ബൃഹസ്പതിയുടെ പുത്രനാണ്. ശുക്രാചാര്യ ശത്രുഭാവത്തിൽ കാണുന്നതാണ് തന്റെ ജ്യേഷ്ഠനായ ബൃഹസ്പതിയെ. പക്ഷേ ഈ കചൻ മൃതസഞ്ജീവനി വിദ്യ പഠിക്കാൻ തന്റെ ഇളയച്ചന്റെ അടുത്തേക്ക് പോവുകയാണ്. ആര് ചെന്നാലും ശുക്രാചാര്യർ സ്വീകരിക്കും, അത്ര പെട്ടെന്ന് പ്രസാദിക്കുന്ന ആളാണ്. അപ്പൊ ആ രീതിയിൽ തന്റെ ശത്രുവായിട്ട് പോലും ബൃഹസ്പതിയുടെ പുത്രനായ കചനെ ആ മൃതസഞ്ജീവനി വിദ്യ അഭ്യസിപ്പിക്കുന്നുണ്ട് ശുക്രാചാര്യർ. അങ്ങനെ അദ്ദേഹം ശുക്രാചാര്യരുടെ ശിഷ്യനായിട്ട് താമസിക്കുന്ന കാലത്ത് ശുക്രാചാര്യരുടെ മകളായ ദേവയാനി കചനെ കാമിച്ചു. കചനെ കാമിച്ചതായിട്ടുള്ള സമയത്ത് കചൻ ഇവളെ ഒരു സഹോദരീ സ്ഥാനത്താണ് കണ്ടത്, അല്ലെങ്കിൽ ഗുരുപുത്രിയായിട്ടാണ് കണ്ടത്. അപ്പൊ ഗുരുപുത്രിയെ കാമിക്കാൻ പാടുള്ളതല്ല എന്നുള്ള ന്യായം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് തിരസ്കരിച്ചു. അപ്പോ ഇവള് ശപിച്ചു കചന്. അങ്ങനെ നിനക്ക് ഈ വിദ്യ ഭരിക്കാതെ പോകട്ടെ എന്നാണ് ശപിച്ചത്. അച്ഛൻ്റെ നിന്ന് പഠിച്ച മൃതസഞ്ജീവനി വിദ്യ നിനക്ക് ഭരിക്കാതെ പോകട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അപ്പൊ അതിന് പ്രതിഫലമായിട്ട്, പ്രതിശാപമായിട്ട് കചൻ കൊടുത്തതാണ് നിനക്ക് ബ്രാഹ്മണൻ ഭർത്താവല്ലാതെ പോകട്ടെ എന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശാപം കൊടുത്ത് പിരിഞ്ഞവരാണ് കചനും ദേവയാനിയും. അപ്പോ ആ ശാപം കൊണ്ട് എനിക്ക് ബ്രാഹ്മണനെ ഭർത്താവായിട്ട് കിട്ടില്ല. ഇപ്പൊ ദാ വിധികൃതം ഈശകൃതമായിട്ട് അങ്ങ് വന്നു ചേർന്നു. ഇപ്പൊ നമ്മൾ തമ്മിലാണ് ചേരേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോ യയാദിഹി അനഭിപ്രേതം ദൈവോപഹൃതം ആത്മനഃ മനസ്തു തദ്ഗതം ബുദ്ധ്വാ പ്രതിജഗ്രാഹ തദ്വചഃ. യയാദിഹി അനഭിപ്രേതം ദൈവോപഹൃതമാത്മനഃ മനസ്തു തദ്ഗതം ബുദ്ധ്വാ പ്രതിജഗ്രാഹ തദ്വചഃ. യാദിഹി, ആ യയാദിയാകട്ടെ അനഭിപ്രേതം. അഭിപ്രേതം എന്നാൽ അഭിപ്രായപ്പെട്ടത്, ആഗ്രഹിച്ചത്. നമ്മുടെ അദ്ദേഹത്തിന് അത്ര വലിയ അഭിപ്രായമില്ലെങ്കിലും എന്ന് വെച്ചാൽ പ്രതിലോമമായിട്ടൊരു വിവാഹത്തിന് അദ്ദേഹത്തിന് പൂർണ്ണ സമ്മതമില്ല. അനഭിപ്രേതമാണ്. താൻ രാജാവ്, ഇവൾ ബ്രാഹ്മണ സ്ത്രീ. അപ്പൊ എങ്ങനെ ഞാൻ ഇവളെ വിവാഹം കഴിക്കുമെന്നുള്ള ഒരു സങ്കോചം അദ്ദേഹത്തിന്റെ ഉള്ളില് ഉണ്ട്. എന്നിട്ട് ദൈവോപഹൃതം ആത്മനഃ, ഇതിപ്പോ തനിക്ക് ദൈവത്താൽ ഉപഹൃതമാണ്, വിധിവശാൽ വന്നു ചേർന്നതാണ്, ഈശ്വര നിശ്ചയമാണ്. അതുകൊണ്ട് ആത്മനഃ മനഃ തൂ തദ്ഗതം ബുദ്ധ്വാ, അതുപോലെ തന്നെ തന്റെ മനസ്സും
ആത്മനഃ മനഃ, തന്റെ മനസ്സ് തദ്ഗതം ബുദ്ധ്വ, അവളിൽ പ്രവേശിച്ചിരിക്കുന്നതായിട്ടും മനസ്സിലാക്കുന്നു. അപ്പോ ഒരു സങ്കോചമുണ്ടെങ്കിലും അവളെ ഒരുപാട് ഇഷ്ടമായിരിക്കണു. ആർക്ക്? രാജാവിന്, യയാതിക്ക്. അദ്ദേഹത്തിന് അനുരാഗം തോന്നുന്നുണ്ട് അവളോട്. അതാണ് മനഃ തദ്ഗതം ബുദ്ധ്വ, മനസ്സ് അവളിൽ ഗമിച്ചതായിട്ടും അറിയുന്നു. എന്തോ ഒരു വല്ലാത്ത ഒരു ഫീലിംഗ്, ഏതോ പൂർവ്വബന്ധമുണ്ട്, ഇവൾ എനിക്ക് തന്നെ വിവാഹം അല്ലെങ്കിൽ ഇവൾ എന്റെ ഭാര്യയായി വരേണ്ടതാണ് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ആ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നുള്ള ഒരു ചിന്ത വന്നു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മനസ്സ് അവളിൽ ഒട്ടണമെങ്കിൽ എന്തോ കാരണമുണ്ട്, പൂർവജന്മ ബന്ധമുണ്ട്, ഭാര്യയാവേണ്ടവളാണ് എന്നും പറഞ്ഞു. അതുകൊണ്ട് തദ്വചഃ പ്രതിജഗ്രാഹ, അവളുടെ വാക്കിനെ പ്രതിഗ്രഹിച്ചു, സ്വീകരിച്ചു. പ്രതിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു, ഓക്കെ, സമ്മതിച്ചു. എന്താ, എങ്ങനെയാണ് സമ്മതം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, നിന്റെ അച്ഛൻ സമ്മതിച്ച് നിന്നെ എനിക്ക് വിവാഹം കഴിച്ചു തരികയാണെങ്കിൽ ഞാൻ സ്വീകരിച്ചു കൊള്ളാം എന്ന് വാക്കുകൊടുത്ത് രാജാവ് രാജധാനിയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അച്ഛൻ സമ്മതത്തോടുകൂടി നിന്നെ കന്യാദാനമായിട്ട് എനിക്ക് നൽകണം, എങ്കിൽ ഞാൻ സ്വീകരിച്ചോളാമെന്ന് വാക്കുകൊടുത്ത് അദ്ദേഹം പോയി. പിന്നീട് നടക്കുന്ന കഥയാണ് അവളുടെ വിവാഹം, ഒപ്പം ശർമ്മിഷ്ഠയെ ദാസിയാക്കി കൂടെ കൊണ്ടുപോകുന്നത്. അതൊക്കെ നമുക്ക് നാളെ രാവിലെ 11 മണിക്ക് കാണാം. കാരണം ഇപ്പോൾ ഓൾറെഡി വൈകിയിരിക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് ശേഷം യയാതി ചരിതം തുടരും. 23-ാം ശ്ലോകം വരെ ആയിട്ടുണ്ട്. 24 മുതൽ 51 വരെയുള്ള ശ്ലോകങ്ങൾ നാളെ രാവിലെ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ 11 മണിക്ക് കാണാം. ഹരി ഓം. നാരായണ.